ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ വിനോദ്ജി ചേളാരിയിൽ നിന്ന് ചെയ്തു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചും പുതുവത്സരത്തിന്റെ ആദ്യത്തെ ഒരാഴ്ച തീരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങളെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതിനകത്ത് വളരെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, പുതുവർഷത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ ആദ്യമായി കണ്ടുമുട്ടുന്ന ചിലരെങ്കിലും പ്ലാറ്റ്ഫോമിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നവോത്സരാശംസകൾ. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്നുള്ള രീതിയിൽ ബിസിനസ്സിനകത്തോ ഡയറക്ട് സെൽ ഇൻഡസ്ട്രിയിലോ ആയിക്കോട്ടെ, ഞാൻ ഒന്ന് ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത് കുറച്ചു പേർക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്തോളാം. മ്യൂട്ട് ചെയ്യാം. ആദ്യം ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചത്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉള്ളത് നമ്മുടെ മാത്രം കുത്തകയൊന്നും അല്ല, എല്ലായിടത്തും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. അത് മിക്കവാറും 31-ാം തീയതി 1-ാം തീയതി എടുക്കുന്ന ഒരു തീരുമാനവും അത് അധികം നാള് നിലനിൽക്കാതെ പോകുന്നതുമാണെന്നൊരു തോന്നലും. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ അതുമായിട്ട് ട്രോളുകൾ ഒരുപാട് വന്നിരുന്നു. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഒരുപക്ഷെ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അസോസിയേഷൻ, ഇതിനകത്ത് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഗോൾ സെറ്റിംഗ് നടത്തുകയാണെങ്കിൽ അതിനെ റിയലൈസ് ചെയ്യിക്കാൻ നിങ്ങൾ ഒരു വ്യക്തിയല്ല, നമ്മുടെ ഒരു സന്നാഹം, വി ഹാവ് ഗോട്ട് എ സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര ധൈര്യത്തോടുകൂടി ഈ ഒരു വസ്തുത കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ലെവലിലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഗോൾ അച്ചീവ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് അത്തരത്തിലുള്ളൊരു സന്നാഹമല്ല നമുക്കുള്ളത്. നമ്മൾ ഓരോരുത്തരും ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗോളുകൾ സെറ്റ് ചെയ്താൽ അത് അച്ചീവ് ചെയ്യാന്നുള്ളത് നമ്മുടെ കൂട്ടായ ശ്രമത്തിന്റെ ആകത്തുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു ഇന്ററാക്ഷന് ശേഷം ഞാൻ സബ്ജക്റ്റിലേക്ക് നേരിട്ട് കിടക്കാം. അതിതാണ്, പലപ്പോഴും ഗോൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പലരും ഉണ്ട്, ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളവരും ഉണ്ടാവാം. ഇതിനു മുമ്പും അവർ ഏത് മേഖലയിൽ വ്യാപരിച്ചിരുന്നു ആ മേഖലയിലൊക്കെ ഗോൾ സെറ്റ് ചെയ്ത പലരും ഈ കൊടുത്ത് ഇരിപ്പുണ്ടാവാം. പക്ഷെ സെറ്റ് ചെയ്യുന്ന ഗോളുകൾ പലപ്പോഴും അച്ചീവ് ചെയ്യാതെ പോകാൻ, അല്ലെങ്കിൽ പാതി വഴി ഉപേക്ഷിക്കപ്പെടും. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളൊരു വിചിന്തനം നടത്തിയിട്ട് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരുന്നതല്ലേ നല്ലത്. അപ്പൊ അതിനാകെ ആദ്യമായിട്ട് വേണ്ടത് 2-3 പേർക്ക് മാത്രം ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം തരാം. ഇപ്പൊ നിങ്ങളെല്ലാം അൺമ്യൂട്ട് ആണ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എല്ലാവരും കൂടെ അൺമ്യൂട്ട് ചെയ്യണമെന്നല്ല, എങ്കിലും ഞാൻ ചോദിക്കുന്ന 1-2 കാര്യങ്ങൾക്ക് നിങ്ങൾ 2-3 പേർക്കെങ്കിലും ഉത്തരം തരാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഗോൾ സെറ്റ് ചെയ്യാത്തത്? ഗോൾ സെറ്റ് ചെയ്യാത്തതിന്റെ പ്രധാന കാരണങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്തായിരിക്കും? ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ഗോൾ സെറ്റ് ചെയ്യാത്തത്. അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വൈ പീപ്പിൾ ഡോണ്ട് ഡെയർ ടു സെറ്റ് ഗോൾ? ഡ്രീമിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ ഡ്രീമിനെ ഗോൾ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാൻ പലർക്കും മടിയാണ്, വിമുഖതയാണ്. എന്തുകൊണ്ടാന്ന് പറയാമോ? 1-2 പേർക്കൊന്ന് ആൻസർ ചെയ്യാം. ഫസ്റ്റ്. ഹലോ സർ. നോബർജി. അത് മിക്ക ആൾക്കാരും അത് ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുന്ന ഒരു പ്രധാന കാര്യമായിട്ട് ഞാൻ കാണുന്നത്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അബ്സല്യൂട്ട്ലി ക്ലിയർ. ഫാന്റാസ്റ്റിക്. അത് തന്നെയാണ് ഏറ്റവും വലിയ ആൻസർ. ഏറ്റവും കൂടുതൽ പേരും പറയുന്നത് ഫിയർ ഓഫ് ഫെയിലുവർ. മുമ്പും ഇതുപോലെ ഞാൻ പലതും സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഒരിക്കൽ കൂടി ആ ഒരു ശ്രമത്തിന് മുതിരണം. എന്തായാലും അത് നേടില്ല എന്നെനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു സെറ്റ് ചെയ്യണം? ഇനി അഥവാ നേടിയില്ലെങ്കിൽ അത് ജാള്യതയല്ലേ? വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഇതല്ലാത്ത വ്യത്യസ്തമായ ആൻസർ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. എന്തുകൊണ്ടാണ്? ഷാജി. ഒന്ന്, നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഇൻഡസ്ട്രിയിൽ അവർക്ക് 100% ഒരു ബിലീഫ്സ് വന്നിട്ടുണ്ടാവില്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വിജയിക്കാൻ സാധിക്കുന്ന മേഖല തന്നെയാണോ, അല്ല ഇതുപോലെയുള്ള പല ബിസിനസ്സും കണ്ടുള്ള ഭയം പല ആൾക്കാർക്കുണ്ടോ? അപ്പോൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്യാനാണ് അവർ മടി കാണിക്കുന്നുണ്ടോ? ഇതിൽ എനിക്ക് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഇല്ലായ്മ പല ആൾക്കാർക്കുണ്ട്. അതായത് ഞാൻ ഇതിനു മുമ്പും പല സാഹചര്യങ്ങളിൽ ഇതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, നടന്നിട്ടില്ല. മാത്രമല്ല ഇവിടെയും അറിയില്ലല്ലോ ഈ സിസ്റ്റത്തിലൂടെ ഞാൻ വിചാരിക്കുന്ന ഗോളുകൾ പ്രാപ്യമാക്കാൻ പറ്റുമോ. വളരെ കറക്റ്റാണ്. അബ്സല്യൂട്ട്ലി ഷാജി പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തർക്കും പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ അനുഭവിച്ചു വന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും പുതുമയുള്ളതല്ല. പക്ഷെ ആളുകൾ കേൾക്കുമ്പോഴാണ് ശരിയാണ്, അതുകൊണ്ടായിരിക്കും അല്ലെ? ഇത് രണ്ടും കറക്റ്റാണ്. ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വതവേ നമ്മൾ എപ്പോഴും കേട്ടോളൂ, പലപ്പോഴും ഇപ്പൊ നിങ്ങൾ ഈ കുറച്ചാളായിട്ട് നമ്മുടെ ബിസിനസ്സുമായിട്ടും വിന്നിംഗ് ടീമുമായിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടും പല CEP പ്രോഗ്രാമുകളിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ടും നമ്മുടെ ട്രെയിനിങ്ങുകളിലെല്ലാം ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യായിട്ടുള്ള ഒന്നാണ് ബ്രെയിൻ വാണ്ടഡ് ടു ബി ഇൻ കംഫർട്ട് സോൺ. നമ്മൾ പൊതുവെ നമ്മൾ മൊത്തത്തിലെ കംഫർട്ട് സോണിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളെക്കാൾ മടിയനാണ് നമ്മുടെ തലച്ചോറ്. വിശ്വസിച്ചോളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഫിസിക്കലി നമ്മൾ മൂവ് ചെയ്യാൻ നോക്കിയാലും നമ്മളെ മൂവ് ചെയ്യിക്കാതിരിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്.
സോ വി വാണ്ട് ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഷീല ആലക്കോട് താഴത്തുള്ള കമന്റ്സ് വിട്ടിട്ടുണ്ട് സേഫ് സോൺ ബ്രേക്കിംഗ്. ഇതിനെ സേഫ് സോൺ എന്നാണ് വിളിക്കുക. ഇത് ബ്രെയിൻ്റെ ഒരു സേഫ് സോണാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോട്ട് ഗെറ്റ് ഡിസ്റ്റർബ്ഡ് ഔട്ടോ. കാരണം ബ്രെയിൻ എനർജി കൺസ്യൂം ചെയ്യുന്നത് ഇഷ്ടമേ അല്ല. എനർജിയെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ബ്രെയിൻ്റെ ഫംഗ്ഷൻ. അപ്പൊ അതുകൊണ്ട് ഇനി ഞാനൊരു പുതിയ തീരുമാനം എടുത്ത് കാലത്ത് എഴുന്നേക്കണമെന്നോ വെയിറ്റ് കുറയ്ക്കണമെന്നോ അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കണമെന്നോ എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്താൽ അത് എൻ്റെ ഇപ്പോഴത്തെ സേഫ് സോണിനെ ഡിസ്റ്റർബ് ആക്കും. ബ്രെയിൻ അങ്ങനത്തെ ഒരു സേഫ് സോൺ ഉണ്ട്. അപ്പൊ ബ്രെയിൻ സ്റ്റിക്സ് ടു ഫെമിലർ സോൺ. അതിന് ഫെമിലർ ആയിട്ടുള്ളൊരു സോണിൽ തന്നെ കഴിഞ്ഞുകൂടാൻ ഇഷ്ടം. ഫെമിലർ അല്ലാത്തൊരു സോണിലേക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുന്നത് ബ്രെയിനാണ്. പക്ഷേ ചോദ്യം ബാക്കി നിൽക്കുന്നത്, നിങ്ങൾ ബ്രെയിനിന്റെ അടിമയാണോ ബ്രെയിൻ നിങ്ങളുടെ അടിമയാണോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ. അത് സാറേ ഞാൻ തീരുമാനിക്കാൻ കണ്ടൊന്നും അല്ല, പക്ഷെ കാലത്ത് ഉണരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ PV 300 ആക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പറ്റുന്നില്ല. ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞാണ്? ബ്രെയിൻ. ആ ബ്രെയിൻ നിങ്ങളുടെ അടിമയാണോ അതോ നിങ്ങൾ ബ്രെയിനിന്റെ അടിമയാണോ? എന്തായാലും അതിനൊരു തീരുമാനം ആക്കിയിട്ട് മതി നമുക്ക് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഞാൻ നിങ്ങളെ അത് ചിന്തിക്കാൻ വിടുന്നു. അതേസമയം തന്നെ ഈ പറയുന്ന കാരണങ്ങൾ പലതും നിരത്തി വെച്ചിട്ടാണ് നമ്മൾ ഒന്നുകിൽ ഗോൾ സെറ്റ് ചെയ്യാറില്ല. ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, സ്വപ്നങ്ങൾ നമ്മൾ പറയാറുണ്ട്, പക്ഷെ അവ എഴുതി വെച്ച് അതിന് ഡേറ്റ് എഴുതുമ്പോൾ മാത്രമേ അത് ഗോളാവും. ഇപ്പോഴും എനിക്കറിയാം, ഞാൻ അന്ന് വളരെ നിഷ്കർഷിച്ച് പറഞ്ഞിട്ടും പ്ലാറ്റ്ഫോമിൽ പലരും ഗോളുകൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. എഴുതേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാമല്ലോ. എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് സത്യം തന്നെ. നിങ്ങൾ അത് എഴുതി അതിനെ പിക്ചറൈസ് ചെയ്ത് വെർബലൈസ് ചെയ്ത് ക്രിസ്റ്റലൈസ് ചെയ്തെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ ഗോളുകളാവുകയുള്ളൂ, നിങ്ങൾ റിയലൈസ് ചെയ്യുകയുള്ളൂ. അപ്ലൈനെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മനസമാധാനത്തിനോ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ഒഴിഞ്ഞു മാറാം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന 2025 നിങ്ങൾ വിചാരിച്ച ലക്ഷ്യങ്ങൾ പ്രാപ്തമാകണം എന്നുണ്ടെങ്കിൽ ഐ റിയലി ഹംബ്ലി വിത്ത് ഫോൾഡഡ് ഹാൻഡ് ഐ സേ ദാറ്റ് പ്ലീസ് റൈറ്റ് ഡൗൺ. ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പെങ്കിലും എൻ്റെ ഈ ഒരു പ്രോഗ്രാമിന്റെ ആകെയുള്ള ഒരു ഗുണം ഇതെങ്കിലുമായി തീരട്ടെ. യെസ്, ഐ ഡിറ്റർമൈൻഡ് ആൻഡ് ഡിസൈഡഡ് ദാറ്റ് ഐ വിൽ റൈറ്റ് ഡൗൺ ടുഡേ. ടുനൈറ്റ് ബിഫോർ സ്ലീപ്പ് ഐ വിൽ റൈറ്റ് ഡൗൺ ഓൺ സ്ലീപ്പ് എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചാൽ ഒരു പക്ഷേ എൻ്റെ അറ്റംപ്റ്റ് ഗുണം ചെയ്യും. കാരണം ഇനിയും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ അങ്ങനെയല്ല, മറ്റുള്ളവരെ പോലെ അല്ല, എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഓർത്തിരുന്ന് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നെങ്കിൽ സത്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ വിശ്വസിച്ചോ, നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ വിശ്വസിച്ചോ. പക്ഷേ ഇൻ റിയാലിറ്റി ഓൺലി റിട്ടേൺ ഡൗൺ ഗോൾസ് ആർ ബീങ് അച്ചീവ്. അത് തന്നെ പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ആ 2% കാറ്റഗറി ആണെന്ന് വിചാരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ബട്ട് ഇത് 2% കാറ്റഗറി പറയപ്പെടുന്നത് ഇപ്പൊ പ്ലാറ്റ്ഫോമിൽ എത്ര പേരുണ്ടെന്നാണെങ്കിൽ അതിന്റെ 2% എടുത്തോളൂ. ആ 2% ആൾക്കാരെ ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളൂ, അവർ മാത്രമേ ഇത് ചെയ്യുള്ളൂ. നിങ്ങൾ 98%-ലാണോ അതോ 2%-ലാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇന്ന് രാത്രി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കാൻ കൊള്ളാം, രസമുള്ള കാര്യങ്ങളാണ്, നല്ല മോട്ടിവേഷൻ ആണ്, നല്ല ഇൻസ്പിറേഷൻ ആണ്. പക്ഷെ ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം. അതിന് ആദ്യത്തെ ചെയ്താണ് ഞാൻ പറഞ്ഞത് റൈറ്റിംഗ് ഡൗൺ ദ ഗോൾ. കാരണം 2% പീപ്പിൾ ആർ ഓൺലി റിയലൈസ് ദെയർ ഗോൾ. ആരാണ് ഈ 2% എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എഴുതി വെച്ചിട്ടുള്ളവർ മാത്രം. വെറുതെ എഴുതി വെച്ചാൽ മാത്രമല്ല, അതിന് ഡേറ്റ് ഇട്ടിട്ടുണ്ടാവും, അതിന്റെ ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ടാവും, അവരുടെ ബെഡ്റൂമിൽ നോക്കിയാൽ അവർ കൊളാഷ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ആ ഡ്രീം ബോർഡിൽ അവർ നേടാനുള്ള സംഗതികളെല്ലാം ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവും. എനിവേ, അപ്പൊ നമുക്ക് അങ്ങനെ ആയതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, റൈറ്റ്. ബാക്കി ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് വെക്കാം. ഒന്ന് ബാക്കി പ്ലാറ്റ്ഫോമിലുള്ള ഹോസ്റ്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫോട്ടോസ് വരുന്നത് ഏറ്റവും കൂടുതൽ ക്യാമറ ഓൺ ചെയ്ത് അത്രയും നല്ലത്. എനിക്കതൊരു എൻകറേജ്മെന്റ് ആണ്. നിങ്ങളുടെ ഫേസ് നോക്കി നിങ്ങളുടെ എക്സ്പ്രഷൻ നോക്കി സംസാരിക്കാം. ഇനി അങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഓഫ് ചെയ്യാവൂ. അത് കൂടാതെ ഷർട്ട് ഇല്ലാതെയോ അല്ലെങ്കിൽ അങ്ങനത്തെ എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോ ഹോസ്റ്റ് അവരെ സ്ക്രീനിൽ നിന്ന് മാറ്റാം. എനിവേ, അപ്പൊ ഞാനിവിടെ തുടങ്ങുന്നത് ഇന്ന് ഞാൻ എന്തായാലും നിങ്ങളെ ഗോൾ സെറ്റിങ്ങിന് വേണ്ടി അല്ല ഞാൻ വിളിച്ചിരിക്കുന്നത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗോൾ സെറ്റ് ചെയ്തിട്ട് നേടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഗോൾ സെറ്റ് ചെയ്തു എന്ന് ഞാനങ്ങ് വിശ്വസിക്കും. ഇനി ചെയ്തില്ലെങ്കിൽ തന്നെ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഗോൾ സെറ്റിംഗ് ഫിനോമിന, അതായത് ഈ ഒരു വർഷത്തിനുള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരു മിഡ് ടേം ഗോൾ, ഷോർട്ട് ടേമും മിഡ് ടേമും വേണമെങ്കിൽ ഈ ഒരു വർഷത്തിൽ തീർക്കാം. ലോങ് ടേം മാത്രം ഒരു 3 മുതൽ 5 കൊല്ലം കൊണ്ട് തേടണം. അത് എഴുതി അതിന്റെ പടം ഇന്ന് രാത്രി ഒന്നും ഒട്ടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് എഴുതിയെങ്കിലും വെക്കും. വരും ദിവസങ്ങളിൽ അതിന്റെ ഫോട്ടോ സംഘടിപ്പിക്കാനും നിങ്ങൾക്ക് ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് ബെഡ്റൂമിൽ തൂക്കാനും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാലത്ത് ഉണരുമ്പോൾ കണ്ടുകൊണ്ടും രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് കണ്ടുകൊണ്ട് ഉറങ്ങുകയും ചെയ്താൽ റിയലൈസേഷൻ വിൽ ബി ഫാസ്റ്റർ. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എക്സസൈസിന് കൂടുതൽ സമയം എടുക്കും. തൽക്കാലം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ കിടക്കാൻ പോകുന്നത് ഗോളുകൾ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്ന കുറച്ചുപേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി സെറ്റ് ചെയ്യുന്നുള്ളവരുണ്ടെങ്കിൽ, നമ്മൾ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അത് നേടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടറാണ് നമ്മൾ അതിൽ നിന്ന് പുറകോട്ടടിക്കുന്നത്.
അറിയേണ്ടതല്ലേ? അറിയണം എന്നുള്ളവർ മാത്രം യെസ് എന്നോ വൈ എന്നോ ഒന്ന് ടൈപ്പ് ചെയ്തത്. അപ്പൊ എനിക്ക് എത്ര പേർ അറ്റൻറ്റീവ് ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇത് അറിയേണ്ടതാണ്. എന്തുകൊണ്ടാണ് എഴുതി വെക്കുന്ന ഗോളുകൾ പോലും റിയലൈസേഷനിലേക്ക് എത്താത്തത്? ഏതൊക്കെയാണ് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ആ ചലഞ്ചസ് എന്തൊക്കെയാണ്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രസന്റേഷൻ സഹായത്തോടുകൂടി ഞാൻ നിങ്ങൾ അതിലൂടെ കടത്തിവിടാം. അപ്പം ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് കുറച്ച് വിഷ്വലൈസും കൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അത് ഫുൾ സ്ക്രീനിൽ കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്, ഇവിടെ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ഇൻ ഗോൾ അച്ചീവ്മെന്റ്, നിങ്ങളുടെ ഗോളുകൾ നേടുന്നതിൽ നിന്ന് നിങ്ങളെ പുറകോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന, പ്രതിബന്ധങ്ങളായിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഞാനിവിടെ പറയുന്നത് മുഴുവൻ നിങ്ങൾക്ക് മറികടക്കാവുന്നത് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ വാട്ട് ഈസ് പോസിബിൾ ബൈ യു, ഞാൻ ചെയ്തിട്ടുള്ളതും എനിക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രതിപാദിക്കുന്നു. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് രാത്രി കിടന്ന് ഉറങ്ങിയത് കൊണ്ട് മെച്ചം ഉണ്ടാവാൻ പോകുന്നില്ല. പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ചെയ്തിട്ടുള്ളതും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മളെ ഗോളുകൾ നേടാന്നതിന് പിന്തിരിപ്പിക്കുക? ഏറ്റവും ആദ്യത്തേതും പരമോന്നതമായിട്ട് പറയപ്പെടുന്ന ഒരു സബ്ജക്ട്, ദ റോൾ ഓഫ് പീപ്പിൾ ഇൻ യുവർ ഗോൾ അച്ചീവ്മെന്റ്. ആളുകളും നിങ്ങളുടെ ഗോളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുന്നു, ഒരുപക്ഷെ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലോ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷണൽ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലോ ഈ ഒരു പോയിന്റിന് അത്രയ്ക്ക് വലിയ റിലവൻസ് ഇല്ല. പക്ഷെ നമ്മുടേത് ഒരു ടീം ഗോളാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ കൗൺസിലിംഗ് പോലും ടീം കൗൺസിലിംഗ് ആയിരിക്കും. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോള് വെസ്റ്റീജിന്റെ ലെവലിലുള്ള കുറെ ഗോളുകൾ കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ട്. വിന്നിംഗ് ടീം ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉൾപ്പെടുന്ന ടീമിനും ഗോളുണ്ട്. ചോദ്യം നിങ്ങൾക്ക് ഗോൾ ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ദർ ആർ പീപ്പിൾ ഗോയിങ് ടു എഫക്ട് യുവർ ഗോൾ. നിങ്ങളുടെ ഗോളുകൾ നേടാൻ സഹായിക്കുന്ന ആൾക്കാരുമുണ്ട്, നേടാതിരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. നേടാതിരിക്കാൻ ആൾക്കാരെ നിങ്ങൾക്ക് നേരത്തെ തിരിച്ചറിയാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവാം, എന്തായാലും നാട്ടിലുണ്ടെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. പക്ഷെ നിങ്ങളെ ഈ ഗോളുകൾ നേടാൻ സഹായിക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. മറ്റവരെയും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ദ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, വിച്ച് ഇന്ററാക്ടേഴ്സ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കാത്തതിന്റെ കാരണമോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എത്തിച്ചേരാത്തതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് ഇത് ഒഫീഷ്യൽ സ്റ്റഡി നടത്തിയ റിപ്പോർട്ടുകളെ ആസ്പദമാക്കിയാണ് കേട്ടോ, അല്ലാതെ ഞാൻ രാത്രി കുത്തിയിരുന്ന് പഠിച്ചുണ്ടാക്കിയതല്ല. സോ ദിസ് ഈസ് ബീങ് ഒഫീഷ്യലി ബീങ് ഡിക്ലെയർഡ് ദാറ്റ് വൺ ഓഫ് ദ പ്രൈം റീസൺ വൈ പീപ്പിൾ ഡോണ്ട് അച്ചീവ്, എന്തുകൊണ്ട് ആളുകൾ അവരുടെ ലക്ഷ്യപ്രാപ്തി നേടുന്നില്ല എന്നുള്ളതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് എൻവയോൺമെന്റ്, സാഹചര്യങ്ങൾ. എന്ത് സാഹചര്യങ്ങൾ? ഞാൻ പറഞ്ഞു, പലപ്പോഴും പരാജിതരാവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയൊരു തന്ത്രമാണ് എന്റെ കുഴപ്പമല്ല, എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയില്ല എന്ന്. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെളുപ്പിനെ നിങ്ങൾ ഉണരുന്ന മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നിങ്ങളുടെ ചുറ്റുമുള്ള എക്കോസിസ്റ്റം എന്താണെന്ന് ആലോചിക്കുക. എൻകറേജ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനും, ഈവൻ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് പോലും ഫെയിലിയർ ഈസ് എ സ്റ്റംപിംഗ് സ്റ്റോൺ ടു ദ സക്സസ് എന്ന് പറഞ്ഞു തരാനും പറ്റുന്ന ഒരു എക്കോസിസ്റ്റം നിങ്ങൾക്കുണ്ട്. ഇത് എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് ആലോചിച്ചു. ഒരുപക്ഷെ വിന്നിംഗ് ടീമിലും വെസ്റ്റീജിലും അല്ലാത്ത പുറം ലോകത്തിൽ എത്ര പേർക്ക് ഈ സാഹചര്യം കിട്ടുന്നുണ്ടെന്നറിയാം. അപ്പൊ ഇനിമേൽ നിങ്ങൾക്ക് അതിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പുറത്തുള്ളവർക്ക് അതിനുള്ള ഒരുപാട് സാധ്യതയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആ സാധ്യത നഷ്ടപ്പെട്ടു. കാരണം വി ഹാവ് ഗോട്ട് എ ബ്യൂട്ടിഫുൾ എക്കോസിസ്റ്റം ആൻഡ് എൻവയോൺമെന്റ്. ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് നമ്മുടെ അഗ്രി പ്രൊഡക്റ്റിനകത്തൊരു എക്കോ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അക്വ ജെൽ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് പലപ്പോഴും പറയാറുണ്ട്. അതെന്താ ചെയ്തു കൊടുക്കുക? ആ ചെടിക്ക് പുതുമയോടുകൂടി വളരാനും ഉയരാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ചുറ്റി വളർന്ന് ആവശ്യത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് തരാനും നിങ്ങൾക്ക് വേണ്ടുന്ന എന്തൊക്കെയാണോ അതെല്ലാം തരാനും പറ്റുന്ന ഒരു എക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സോ ദ എൻവയോൺമെന്റ് ഈസ് വെരി കൺഡ്യൂസീവ്. ദെൻ സറൗണ്ടിങ് യുവർ സെൽഫ് വിത്ത് അച്ചീവേഴ്സ്. സാധാരണ അതിൽ പുറത്ത് നമ്മൾ ആളുകളോട് പറയാറുണ്ട്, യു ഹാവ് ടു സെർച്ച് ഔട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട്. നിങ്ങൾ പുറത്തു പോയി ആളെ കണ്ടുപിടിക്കണം. എങ്ങനെയുള്ള ആൾക്കാരെ? അച്ചീവേഴ്സ് ആയിട്ടുള്ള, നേട്ടങ്ങൾ കൊണ്ട ആൾക്കാർ. അതൊന്നും ഇല്ല ഇവിടെ റെഡിലി നിങ്ങളുടെ ചുറ്റും അവരെ കൊണ്ടൊന്ന് നിർത്തി തരുവാണ്. നമ്മൾ ചെസ് കളിക്കുമ്പോൾ കാലാൾപ്പെടാന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ ചുറ്റും സക്സസ്ഫുൾ ആൾക്കാരെ നിർത്തി തന്നിരിക്കുകയാണ്. അവരിൽ നിന്നും കാണാനും പഠിക്കാനും അവരെ ഉൾക്കൊള്ളാനും നിങ്ങൾക്കുള്ള സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട്. ഇത് പുറം ലോകത്ത് കിട്ടില്ല കേട്ടോ, പൈസ കൊടുത്താൽ പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് അച്ചീവേഴ്സ്. തേർഡ് വൺ, റീകാലിബ്രേറ്റ്. ഇപ്പൊ ഞാൻ പറയാറുണ്ട് പലപ്പോഴും, നമ്മൾ പല മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, ഒരാൾക്ക് എത്ര വെയിറ്റ് പൊക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം, നിങ്ങൾക്ക് എത്ര വെയിറ്റ് പൊക്കാൻ പറ്റും എന്നാണ് നിങ്ങളോട് ചോദ്യം എന്നുണ്ടെങ്കിൽ 30, 40, 50, 10 എന്നൊക്കെ നിങ്ങൾ ഉത്തരം പറഞ്ഞെന്ന് പറയാം. പക്ഷെ അതാണോ നിങ്ങളുടെ കപ്പാസിറ്റി എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. കേൾക്കുന്ന എനിക്ക് ഒട്ടും അറിയില്ല. കാരണം നിങ്ങൾ ഇതുവരെ പൊക്കി നോക്കിയിട്ടില്ല. 40 കിലോ വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ 60 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് 80 കിലോ പൊക്കാൻ പറ്റില്ല എന്ന് ആരാ പറഞ്ഞേ?
പൊക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമേ സത്യമുള്ളൂ. പൊക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റൂ. ചോദ്യം പൊക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ? എല്ലാവർക്കും എല്ലാ വെയിറ്റും പൊക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് വെയിറ്റ് ആണ് പൊക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊക്കാനുള്ള കപ്പാസിറ്റി ആണ് എപ്പോഴും അറിയുക. വെൻ യു സ്ട്രെച്ച് യുവേഴ്സ്, നിങ്ങൾ അതിനു വേണ്ടി യത്നിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത് എന്നെ കൊണ്ട് ഇത്രയും വരെ പൊക്കാൻ പറ്റും. ഈ ഭാരോദ്വഹനം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിനകത്ത് തുടക്കത്തിൽ അവർ ആ വെയിറ്റ് അല്ല പൊക്കുക, കൊച്ചു കൊച്ചു വെയിറ്റ് ആയിരിക്കും. ഗ്രാജുവലി അവർ അപ്ഗ്രേഡ് ചെയ്യും. ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് റീകാലിബ്രേറ്റ് ന്യൂ സ്റ്റാൻഡേർഡ്. നിങ്ങൾ നിങ്ങളുടെ ഒരു പുതിയ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്താൻ നോക്കും. ഇന്നലെ വരെ എന്നെ കൊണ്ട് ഇത്രേ പറ്റിയുള്ളൂ. നടക്കാൻ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും പറയണം, ആദ്യത്തെ ദിവസത്തിന് 5 കിലോമീറ്റർ നടക്കാൻ ശ്രമിക്കരുത്. സ്റ്റാർട്ട് വിത്ത് 1 കിലോമീറ്റർ 750 മീറ്റർ. അടുത്ത ദിവസം അതിനെ പതുക്കെ പതുക്കെ കൂട്ടി 1.5 കിലോമീറ്റർ ആക്കി. 1 മാസമോ 2 മാസമോ കൊണ്ട് 2 കിലോമീറ്ററും 6 മാസം കൊണ്ട് 5 കിലോമീറ്ററും നടക്കാമല്ലോ. പക്ഷെ അതിന് നിങ്ങളെ കാലിബ്രേറ്റ് ചെയ്യണം. അല്ലാതെ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഞാൻ ശ്രമിച്ചപ്പോഴൊന്നും നടന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് എഴുന്നേറ്റ് നിൽക്കില്ലല്ലോ. കുഞ്ഞായിട്ടിരുന്ന സമയത്ത് എത്ര പ്രാവശ്യം വീണു, എത്ര പ്രാവശ്യം ചുണ്ടുപൊട്ടി, തലയടിച്ച് എത്ര പ്രാവശ്യം വീണു. പക്ഷെ എന്നിട്ടും നിരന്തരമായിട്ട് ശ്രമിച്ചതിന്റെ ഫലമായിട്ടല്ലേ 2 കാലം നടക്കാനും ഓടാനും ഒരു പരിധിവരെ പറക്കാൻ വരെ പ്രാപ്തമായി മാറിയത്. പക്ഷെ അത് നമ്മളെ തന്നെ റീകാലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നാരും പറഞ്ഞുതരാനില്ലായിരുന്നു. പറ്റില്ല എന്ന് പറഞ്ഞു തന്നപ്പോഴും കേട്ടില്ല, മനസ്സിലായി. ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ നിർത്തി. പലപ്പോഴും പ്ലാൻ കാണിക്കാനോ കുറച്ചുകൂടെ പേഴ്സണൽ PV കൂട്ടാനോ പറയുമ്പോൾ എന്നെ കൊണ്ട് 100 കൂടുതൽ PV ചെയ്യാൻ പറ്റില്ല. ആരാ നിങ്ങളോട് പറഞ്ഞു? ഹൂ പുട്ട് ദ പ്ലാൻ? ആരാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ലാബ് ഇട്ട്? ഇറ്റ്സ് യു. അപ്പൊ റീകാലിബ്രേറ്റ്. ആൻഡ് ദ 4th പോയിന്റ്, കോംപ്ലസൻസി, ലോ അംബിഷൻ ആൻഡ് നെഗറ്റിവിറ്റി. ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ചങ്ങാത്തം നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കില്ല. എങ്ങനത്തെ ആൾക്കാർ? കോംപ്ലസൻസി. ഇപ്പം എന്തേ കോംപ്ലസൻസി എന്ന് പറഞ്ഞാൽ? മതിയെന്നേ, ഇതൊക്കെ ഉള്ളൂന്നേ, ഇതൊക്കെ കഴിവുള്ളൂന്നേ, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂന്നേ, എനിക്കൊരു 5,000 10,000 കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റില്ല, 1 lakh ഒന്നും എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. കാരണം നാളിതുവരെ ഞാനത് നേടിയിട്ടില്ല. എൻ്റെ കൂട്ടത്തിലുള്ളവരുടെ എല്ലാം ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ഗ്യാങ്. അങ്ങനത്തെ ഗ്യാങ്ങിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കണം. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോള് മാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദാറ്റ്. ഇതേ ഉള്ളൂ എൻ്റെ കഴിവ്, എന്തായാലും ഇതൊക്കെ പറ്റൂ എന്നുള്ള ആ ചിന്താഗതി, ആ കോംപ്ലസൻസി എന്ന് പറയും. അതായത് മിതത്വവാദം. എന്നാൽ പറ്റുന്നത് ഇത്രേ ഉള്ളൂ എന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചുറച്ച് അതിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കും. എന്തുകൊണ്ടാണ്? ചുറ്റുവട്ടത്തിലുള്ളവരെല്ലാം അങ്ങനെ തന്നെയാണ്. ലോ അംബിഷൻ, ഒട്ടും പുരോഗമന ചിന്താഗതിയില്ല, ഉയരണം വളരണം എന്നൊരു ആഗ്രഹമില്ല. അങ്ങനത്തെ ഒരു കമ്പനി ആണെങ്കിൽ അതിൽ നിന്നും മാറണം. പലപ്പോഴും നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട്, കുറച്ചുകൂടെ അംബീഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന, ഉയർന്ന ചിന്താഗതിയും പ്രവർത്തിച്ച് മെച്ചങ്ങൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരിലേക്ക് ചേരണം. ബുദ്ധിമുട്ടാണ്, പക്ഷേ അല്പസ്വല്പം ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ഒരു മെച്ചപ്പെട്ട തലത്തിലേക്ക് ഉയരാൻ പറ്റൂ. നെഗറ്റിവിറ്റി എന്തായാലും നിങ്ങൾ ആൾറെഡി ബ്രേക്ക് ചെയ്തു എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തായാലും ഈ പ്ലാറ്റ്ഫോമിലുള്ള ഒരാളും നെഗറ്റീവ് തോട്ട്സിനോട് അനുഭവമുള്ളവരല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കാലത്ത് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇതാണ് ആളുകൾ നിങ്ങളിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളത്. ഒന്നുകൂടെ ഞാനത് വായിച്ചു നോക്കാം. എൻവയോൺമെന്റ്, നമ്മൾ വളരാൻ ഉയരാൻ ആഗ്രഹിക്കുന്ന സാഹചര്യം അനുകൂലമാണോ? എന്തായാലും അത് ഗ്യാരണ്ടി തരാം. വിന്നിംഗ് ടീം ഈസ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം. കാലത്തെ തുടങ്ങുന്ന CEP-യിലായാലും വീക്കിലി നടക്കുന്ന പ്രോഗ്രാമുകളിലായാലും നമ്മൾ ഒത്തുകൂടുന്ന കണക്റ്റീവ് പ്രോഗ്രാമുകൾ എല്ലാത്തിലും തന്നെ നമ്മളെ ഉയരാനും വളരാനും മെച്ചപ്പെട്ട തലങ്ങളിലേക്ക് ഉയർത്താനും പറ്റുന്ന സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട്. ലാംഗ്വേജ് അറിയാത്ത വ്യക്തികൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ്, പേഴ്സണാലിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ, പ്രസന്റേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റി, ഇതെല്ലാം മറ്റു പലയിടത്താണെങ്കിൽ പേയ്മെന്റ് സീലാണ് അല്ലെ. പ്രസംഗ പരിശീലന കളരിയിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ നല്ല രീതിയിലൊന്ന് നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി. സറൗണ്ടിങ് യുവർ സെൽഫ് വിത്ത് അച്ചീവേഴ്സ്. നേട്ടങ്ങൾ കൊയ്ത ആൾക്കാരെ നിങ്ങൾ തേടി നടക്കേണ്ട. വിന്നിംഗ് ടീമിൽ സുലഭമാണ്. നിങ്ങൾ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ തയ്യാറായാൽ മാത്രം. റീകാലിബ്രേറ്റ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ പരിമിതികൾ നിങ്ങൾ എന്താണെന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ആ പരിമിതിയെ ബ്രേക്ക് ചെയ്യാൻ നോക്കൂ. പുതുവർഷത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. പിന്നെ നേരെ പറഞ്ഞ പോലെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന നെഗറ്റിവിറ്റിയും ലോ അംബീഷനും കോംപ്ലസൻസി മൈൻഡ് സെറ്റും ഉള്ളവരിൽ നിന്നും പുറത്തു കിടക്കണം. ഇതാണ് പ്രധാനമായിട്ടും നിങ്ങൾ എഴുതി വെക്കുന്ന ഗോളുകൾ നേടാൻ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം. ക്ലിയർ ആണോ? ഇനി പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് രാത്രി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കുറച്ച് ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ആരെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഇല്ലാതെ അവിടെ ഇവിടെ മാറി നിൽപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് അറ്റൻറ്റീവായിട്ട് കേട്ടാൽ മാത്രമേ മനസ്സിലാവൂ. ഹൗ ടു ലിവറേജ് ദ സ്പിൽ ഓവർ എഫക്ട്. സ്പിൽ ഓവർ എഫക്ട് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് നിങ്ങളുടെ ഗോൾ നേടാൻ നിങ്ങളെ സഹായിക്കും. ആ സ്പിൽ ഓവർ എഫക്ട് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് മനുഷ്യൻ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് നേടുന്നില്ല,
അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള അനുകൂല സാഹചര്യം എങ്ങനെ ഉണ്ടായി വരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിങ്ങളുടെ കഴിവ് ആവശ്യമാണ്. നിങ്ങളുടെ പ്രവർത്തനം കൂടിയേ തീരും. അതില്ലാതെ ഇതൊന്നും നടക്കില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം നേടുന്നില്ല, അതിന് നേടാൻ പറ്റുന്ന സാധ്യതകൾ ഒരുക്കി തരുന്ന ഒരു സ്പിൽ ഓവർ എഫക്റ്റ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇഫ് യു വാണ്ട് ടു ബി 8% ബ്രാക്കറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതി വെക്കുന്ന ആൾക്കാർ 8%. എഴുതി വെക്കുന്ന ആൾക്കാരുടെ പേരാണ് 8%. അതിൽ നിന്നും 2% ഗോളുകൾ നേടുന്നില്ല. അക്കണക്കിന് നിങ്ങൾ എഴുതുകയും കൂടെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ 2% വരും? അപ്പൊ എഴുതി വെക്കാൻ തയ്യാറാവുന്ന 8% ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് 2% ആൾക്കാർ ഗോളുകൾ നേടുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ആൾറെഡി 92%-ത്തിലാണ്. എഴുതി വെച്ചിട്ടേ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ ആ 2% വിന്നറിലേക്ക് പോകും? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പീപ്പിൾ ഗോ ടു ഗ്രേവ് യാർഡ്. ഈവൻ മരിച്ച് ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ പോലും they do not know that why they are here in this universe. ഈ ലോകത്തിൽ അവരെന്തിന് ജനിച്ചു എന്നുള്ളത് അവർക്കറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത്ര 92% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ ഭൂമിയിൽ ജനിച്ചത് എന്തിനാണെന്ന് പോലും അവരൊരിക്കൽ പോലും ചിന്തിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഓരോ സന്ദർഭത്തിലും നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് വാട്ട് കാലിബർ ഐ ആം, എനിക്ക് എന്ത് കപ്പാസിറ്റി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ കുടുംബത്തിന് മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. സോ സാമൂഹിക ജീവിയാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ ബോധ്യം ഉയർത്തി തരുന്നത് ഈ ഓപ്പർച്യൂണിറ്റികളുടെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. അതിന് എഴുതി വെക്കുന്ന 8% അതിൽ നിന്നുള്ള 2% നേടുക. ഇവിടെയാണ് 4 പോയിന്റുകൾ. 4 പോയിന്റ് പെട്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഞാൻ ഒന്ന് വിസ്തരിക്കാം. ഓഡിറ്റ് യുവർ ഇന്നർ സർക്കിൾ. ഓഡിറ്റ് എന്ന് കേൾക്കുമ്പോൾ നേരെ പോയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കമ്പനി സെക്രട്ടറിയുടെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാമത്തേത്, ബിൽഡ് അക്കൗണ്ടബിലിറ്റി യുവർ പ്രോസസ്. ഇതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഈ 4 സ്റ്റെപ്പുകളായിരിക്കും നിങ്ങൾക്ക് സ്പിൽ ഓവർ എഫക്റ്റ് ഉണ്ടാക്കി തരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതി വെച്ച് നേടുമെന്ന് തീരുമാനമെടുത്ത ആ ഗോളുകൾ നേടാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന 4 സ്റ്റെപ്പുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലൊന്ന്, ആഡിറ്റ് യുവർ ഇന്നർ സർക്കിൾ, ബിൽഡ് അക്കൗണ്ടബിലിറ്റി, ഫോക്കസ് ഓൺ പ്രോസസ് നോട്ട് ജസ്റ്റ് ഔട്ട്കം. ഏതാണ്ട് ലൈൻ വായിക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ അർത്ഥം മനസ്സിലായി കാണും. പ്രോസസ്സിനെ മനസ്സിലാക്കുക, അതിൽ ശ്രദ്ധ കൊടുക്കുക, റിസൾട്ടിനെ പറ്റി അത്രയ്ക്ക് കൺസേൺ ആവാതിരിക്കുക. റിസൾട്ടിനെ പറ്റി ഒട്ടും താല്പര്യം ഉണ്ടാവണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. റിസൾട്ടിനെ ഓർത്ത് വറി ആവാതിരിക്കുക. ഇത് പലപ്പോഴും നമുക്കറിയാവുന്നതാണ്. കൃഷ്ണന്റെ ഗീതോപദേശത്തിലുള്ള അതേ വ്യാഖ്യാനം തന്നെയാണ്. പല മാനേജ്മെന്റ് തിയറികളും അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നോളും, പക്ഷെ പ്രവർത്തനം ഏത് രീതിയിലാണെന്നുള്ളത് വിലയിരുത്തുകയും അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. റിസൾട്ട് ഓട്ടോമാറ്റിക്കലി വന്നു ഭവിക്കും. ആൻഡ് 4ാമത്തെ പോയിന്റ്, സെറ്റ് യുവർ സെൽഫ് ഫോർ സക്സസ്. ഇവിടെ ആയിരിക്കും കുറച്ച് ആക്ഷൻ പ്ലാൻ ഞാൻ പറയാൻ പോകുന്നത്. ഈ 4 സ്റ്റെപ്പുകളിലൂടെ മാത്രമേ നിങ്ങൾ എഴുതി വെച്ച ആ ഡ്രീംസിനെ ഗോളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് നേടാൻ സാധിക്കൂ. ആ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കും. ഓഡിറ്റ് യുവർ ഇന്നർ. നമുക്ക് ആദ്യത്തെ പോയിന്റിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഈ ഓഡിറ്റ് യുവർ ഇന്നർ സർക്കിൾ? ഇത് ഞാൻ വീണ്ടും പറയുന്നു, മാനേജ്മെന്റിന്റെ വളരെ ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ടുള്ള, വളരെ കറക്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് ഉള്ള ഒരു ഓർഗനൈസേഷനിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏത് ചെറിയ മോളിക്യൂൾ സ്ട്രക്ചർ എടുത്താലും, നമ്മുടെ ഓർഗനൈസേഷന്റെ ഏറ്റവും ചെറിയ ലെവൽ, ഏറ്റവും താഴെക്കടലുള്ള ലെവലിൽ എടുത്താൽ പോലും ഇതെല്ലാം ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന സ്ട്രക്ചറാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ചങ്കൂറ്റത്തോടെ ധൈര്യസമേതം ഞാൻ നിങ്ങളോട് ഇത് അഭിസംബോധന, നിങ്ങളുടെ പിൻ ഏതാണ്, പെർസെൻറ്റേജ് ഏതാണെന്നാണ്, ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇഫ് യു ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് വിന്നിംഗ് ടീം, ആൻഡ് ആയതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ സിസ്റ്റത്തിന്റെ സന്തതിയാണെങ്കിൽ, സിസ്റ്റവുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും. ഓഡിറ്റ് യുവർ ഇന്നർ സർക്കിൾ. എന്താണ് ഇന്നർ സർക്കിൾ എന്ന് മനസ്സിലാക്കാം. അതെങ്ങനെ ഓഡിറ്റ് ചെയ്യണം എന്ന് പറയാം. ഇൻഡിവിജ്വൽസ് വിത്ത് ഹൂം വി ഷെയർ അവർ ഡീപ്പസ്റ്റ് തോട്ട്സ്, ഡ്രീംസ് ആൻഡ് ഇമോഷൻസ്. ആരോടൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ്, ഡ്രീംസ്, ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രത്യേകിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ വികാര പ്രകടനങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ആരോടാണ് ഷെയർ ചെയ്യാറ്? ഇതുവരെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടായിരിക്കാം. മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫിനോടോ, വൈഫ് ഹസ്ബൻഡിനോടോ ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ സിസ്റ്റേഴ്സോ സിബ്ലിങ്സിനോടോ ആയിരിക്കാം. പക്ഷെ ഒരിക്കൽ നിങ്ങൾ ഈ ബിസിനസ് സിസ്റ്റത്തിൽ വരികയും വിന്നിംഗ് ടീമുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്തതിനു ശേഷം നിങ്ങൾ ഇന്ന് കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു അപ്ലൈൻ സിസ്റ്റം ഉണ്ടാവും അല്ലെ? നിങ്ങളിൽ നിന്നും തുടങ്ങി നിങ്ങളുടെ മുകളിലേക്ക് പോകുന്ന ഒരു അപ്ലൈൻ സിസ്റ്റം. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ നിങ്ങളുടെ ടീമിന് അത് വേറെ ഉണ്ടാവാം. ഇവരിൽ ആരോടാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ പറ്റിയും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നേടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? ഇവരായിരിക്കും നിങ്ങളുടെ ഇന്നർ സർക്കിളായിട്ട് വരാൻ പോകുന്നത്.
പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ആരുമായിട്ടാണ് കൗൺസിലിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുമായിട്ടാണ് നിങ്ങൾ നിരന്തരമായിട്ട് ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. മിക്കവാറും നിങ്ങളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ ആയിരിക്കും. അതൊന്നാവണമെന്നല്ല, ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം. എങ്കിലും റെഗുലർ ആയിട്ട് കൗൺസിൽ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം. പല അധികായകന്മാരും പല മേഖലകളിൽ അവരുടെ പ്രശസ്തി ആർജിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു മെന്റർ ഉണ്ടായിരിക്കും, ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തി ആ മേഖലയിൽ നിപുണനായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ വ്യക്തി അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷയായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ഗ്യാരണ്ടി പറയാം, നിങ്ങളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ എന്തായാലും നിങ്ങളുടെ അഭ്യുദയകാംക്ഷയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബിസിനസ് അദ്ദേഹത്തിന്റെ ബിസിനസ് തമ്മിൽ കണക്റ്റഡ് ആണ്. ഒരു പക്ഷെ ഇങ്ങനെ പറയാം, അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഗ്രോത്ത് നിങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള മിസ്ഗൈഡൻസ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, സമയാസമയങ്ങളിൽ വേണ്ട ഗൈഡൻസ് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയുമായിട്ട് ഇനിയും കണക്റ്റഡ് അല്ലെങ്കിൽ, വെറുതെ കണക്ഷൻ അല്ല പറയുന്നത്, യു ഹാവ് ടു ബി ഡീപ്ലി, വെരി സിൻസിയർലി യു ഹാവ് ടു ഗെറ്റ് കണക്റ്റഡ്. യു ഹാവ് ടു ബി ഇൻ റെഗുലർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഹിം. സീക്ക് ഔട്ട് ദോസ് ഹു ഷെയർ യുവർ വിഷൻ. നിങ്ങളുടെ വിഷൻ 2025 ബൈ ജൂൺ, ബൈ ഏപ്രിൽ, ബൈ നവംബർ നിങ്ങൾ എന്തായി തീരും, ഏത് തരത്തിലുള്ള പേച്ചെക്കാണ് ഏപ്രിൽ 10-ാം തീയതി 3 മാസം കഴിയുമ്പോൾ, മിഷൻ 90 കഴിയുമ്പോൾ നിങ്ങൾ നേടാൻ പോകുന്ന പേച്ചെക്കിന്റെ സൈസ് ഏതാണ്, നേടാൻ പോകുന്ന പിന്നിന്റെ സൈസ് ഏതാണ്, ഫോറിൻ ടൂറിന്റെ പ്രോഗ്രാമുകളെ പറ്റി എന്താണ്, ഇതാരുമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്യുന്നത്, അതിന് നിങ്ങൾ കൽപ്പിക്കുന്ന മൂല്യം എന്താ, നിങ്ങളുടെ വിജയത്തിന് വേണ്ടി കുതിക്കുന്ന, നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഒരു പറ്റ ആൾക്കാരുണ്ടെന്ന് അറിയാമെങ്കിൽ പോലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ നിരന്തരമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. ഇതായിരിക്കും നിങ്ങളുടെ ഇന്നർ സർക്കിൾ. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് നിങ്ങളൊരു കോമ്പറ്റീഷൻ മൂഡിൽ വരരുത്. വെൻ ഇറ്റ് കംസ് ടു അലൈൻ വിത്ത് അപ്ലൈൻ, ഒരു മത്സര ബുദ്ധി കാണിച്ചേക്കരുത്. ചിലപ്പം നിങ്ങൾ നിങ്ങളുടെ അപ്ലൈൻ തന്നെ ഒരു ദിവസത്തിന്റെ ഒരു മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളായിരിക്കും. നിങ്ങൾ അദ്ദേഹവുമായിട്ട് റെഡി അല്ല എന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഒരാളെ കണ്ടെത്തുക. പക്ഷെ അത് തീരുമാനിക്കുക ആരായിരിക്കും. അത് ആഴ്ചയിലും മാസത്തിലും ചേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തി ആവരുത്. അദ്ദേഹവുമായിട്ട് ഈ ഒരു കാര്യങ്ങളെ പറ്റിയും, നമ്മൾ ഇന്ന് എഴുതി വെക്കുന്ന ഗോളുകളെ പറ്റിയും, അതിന് നേടാനെടുക്കുന്ന സമയത്തെ പറ്റിയും തീർച്ചയായിട്ടും നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ ഗോൾ സെറ്റ് ചെയ്താൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നേടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരുമിച്ച് ചേർന്നാൽ വളരെ ഈസി ആയിട്ടും വളരെ ടൈം എടുക്കാതെയും നമുക്ക് നേടാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓഡിറ്റിംഗ് ഓഫ് ഇന്നർ വ്യൂസ്. നെക്സ്റ്റ് ഈസ് രണ്ടാമത്തെ പോയിന്റ് ഞാൻ അവിടെ എഴുതി വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബിൽഡ് അക്കൗണ്ടബിലിറ്റി ടു ദ പ്രോസസ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോസസ് ഡെയിലി ആക്ടിവിറ്റീസിൽ തുടങ്ങി വീക്കിലി ആക്ടിവിറ്റീസിലൂടെ മന്ത്ലി ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 8-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൺസിസ്റ്റൻസി ഡേയുടെ സമയം, കൺസിസ്റ്റൻസി ഡേ എന്ന് വിളിക്കുന്നത് 2-ാം തീയതിയാണ്, ഞായറാഴ്ച അല്ലെങ്കിൽ. ആ ദിവസം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ PV 300 ചെയ്യുന്ന വ്യക്തിക്ക് ചിലപ്പോൾ 100 ചെയ്യാൻ പറ്റുമോ? അത് അക്കൗണ്ടബിലിറ്റിയാണ്. എന്താണ് ഈ അക്കൗണ്ടബിലിറ്റി? ഞാൻ പറഞ്ഞിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഈ അക്കൗണ്ടബിലിറ്റി? ഇതാണ് അക്കൗണ്ടബിലിറ്റി. വെൻ യു ഓൺ യുവർ ആക്ഷൻസ് ആൻഡ് ദ റിസൾട്ട്. രണ്ടും വേണം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും അതിനുള്ള റിസൾട്ടും, അതിന്റെ പര്യാപ്തി, ആ ചെയ്ത കാര്യത്തിന് എന്ത് റിസൾട്ട് ഉണ്ടായി, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചെയ്ത കാര്യം വിചാരിച്ച രീതിയിൽ റിസൾട്ട് കിട്ടാതിരിക്കുകയോ നെഗറ്റീവ് ഫലം ഉണ്ടാക്കിയാലും അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ആ സമയത്ത് അത് ഡൗൺലൈൻ്റെ തലവെച്ച് കൈ എഴുതരുത്. നല്ലത് ചെയ്താൽ അത് നിങ്ങളുടേതും, മോശമായാൽ ബാക്കിയുള്ളവരുടെ തലയിലും കെട്ടിവെക്കുന്ന പ്രകൃതം ഒഴിവാക്കുക. ഒരുപക്ഷെ ഓഫീസിലും മറ്റേതെങ്കിലും സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്ത വ്യക്തികൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്തിരിക്കുക. നല്ലത് എന്തെങ്കിലുമാണ്, നന്നായി നടന്നാൽ അത് എൻ്റെതും, എന്തെങ്കിലും മോശമായി ഭവിച്ചാൽ അത് എൻ്റെ അല്ലാത്ത ബാക്കിയുള്ളവരുടെ കഴിവുകേടുമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. അത് ഒഴിവാക്കുക. സോ യു ഹാവ് ടു ഓൺ യുവർ ആക്ഷൻ. പ്രവർത്തികളെയും റിസൾട്ടിനെയും നിങ്ങൾ ഓണർഷിപ്പ് ഏറ്റെടുക്കും. അവിടെയാണ് അക്കൗണ്ടബിലിറ്റി വരുന്നത്. രണ്ടാമത്തേത്, അതിന് വേണ്ടുന്ന 5 C's ഞാൻ പറഞ്ഞത്. 5 Cകളാണ് ഒരാളെ അക്കൗണ്ടബിൾ ആക്കുന്നത്. കോമൺ പർപ്പസ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഈ ഓപ്പർച്യൂണിറ്റിയിൽ വരുമ്പോൾ കമ്പനിക്ക് ഒരു ഗോൾ ഉണ്ടെന്നും വിന്നിംഗ് ടീമിന് അതിൻ്റെതായിട്ടുള്ള ഗോൾ ഉണ്ടെന്നും പറഞ്ഞതുപോലെ നിങ്ങൾ ഉൾപ്പെടുന്ന നിങ്ങളുടെ ടീമിന് ഒരു ഗോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് വ്യക്തിപരമായി ഗോളുണ്ട്, നിങ്ങളുടെ ടീം ഗോൾ. ഈ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ടീം ഏത് പിൻ ലെവലിലുള്ള ആളുകളുടെ ടീമായിട്ട് വരും. ഇപ്പൊ നിങ്ങളുടെ ടീമിൽ ഏറ്റവും വലിയ പിന്നെന്ന് പറയുന്നത് ഏതാണോ അതിൽ നിന്ന് ഏത് പിന്നിലേക്ക് പോകാൻ പറ്റും. വെറുതെ എഴുതി വെക്കരുത്. എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് കൗൺസിൽ ചെയ്തിട്ട് വെക്കാവൂ. വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നേടാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു ഏറ്റവും വലിയ തെറ്റാണ്, ഒരു ഇമോഷന്റെ പുറത്ത് എന്തെങ്കിലും എഴുതി വെക്കും. ഡ്രീമുകൾ എപ്പോഴും ഇമോഷനോട് അച്ചീവ് ചെയ്യുള്ളൂ, സത്യം. പക്ഷെ ഇമോഷണൽ എഴുതി വെച്ചാൽ
അതിനെ അനുശ്വസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കൂടെ കാഴ്ചവെക്കണം. അപ്പൊ ഒരു സമയം നിങ്ങളുടെ പേ ചെക്കിന്റെ സൈസ് നിങ്ങൾ മനസ്സിൽ കണ്ടുവന്ന് വെക്കുക. ഐ നീഡ് ടു ഹാവ് എൻ എമൗണ്ട് ഓഫ് ദിസ് മച്ച് എവറി മന്ത്. എല്ലാ മാസവും എനിക്ക് ഇത്ര രൂപയുടെ ഒരു പേ ചെക്ക് വേണം മിനിമം. മുകളിലേക്ക് പോയാൽ കുഴപ്പമില്ല, പക്ഷെ താഴേക്ക് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് നേടാൻ പറ്റുന്ന ഏത് അല്ലെങ്കിൽ ഏത് സ്ട്രക്ചറിലായിരിക്കണം, എത്ര വോളിയത്തിലായിരിക്കണം, ഇതറിയില്ലെങ്കിൽ അപ്ലൈനോട് ചോദിക്കുക. എന്നിട്ട് അതിലേക്ക് ഇമോഷണലി കണക്ട് ചെയ്യുക. കാരണം അത് നേടിയില്ലെങ്കിലുള്ള ഭവിഷ്യത്തിനെ പറ്റി ആലോചിക്കുക. ഒന്ന്, ഞാൻ എന്നോട് ആത്മവഞ്ചന കാണിക്കുന്നു. രണ്ട്, അത് കിട്ടിയില്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ എന്നെ ബാധിക്കും. ക്ലിയർ ആണ്? അതുകൊണ്ട് ഒരു കോമൺ പർപ്പസ്, ദെൻ ക്ലിയർ എക്സ്പെക്ടേഷൻ, ക്ലാരിറ്റി ഉണ്ടാവുക, ക്രിസ്റ്റൽ ക്ലിയർ, ഫോക്കസ്. കം വാട്ട് മേ, എന്ത് വന്നാൽ ശരി, എഴുത്തിന് മുകളിൽ തലയുണ്ടെങ്കിൽ ഐ വിൽ അച്ചീവ് ഇറ്റ്, ഐ വിൽ പ്രൂവ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീനി. എന്നെ ചലഞ്ച് ചെയ്ത, നടക്കില്ല എന്ന് അസംഭവ്യം എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഞാൻ ചെയ്ത് കാണിക്കും എന്നുള്ള ഒരു ക്ലാരിറ്റി. ദാറ്റ് ഈസ് കോൾഡ് ക്ലിയർ എക്സ്പെക്ടേഷൻ. സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിച്ചാൽ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അലൈൻമെന്റ്. ആരുമായിട്ട് അലൈൻമെന്റ്? അപ്ലൈൻ ഡൗൺലൈൻ അലൈൻമെന്റ്, അപ്ലൈൻ ഡൗൺലൈൻ കമ്മ്യൂണിക്കേഷൻ. അതിനെ നമ്മൾ ഇൻട്രാ കമ്മ്യൂണിക്കേഷൻ, ഇന്റർ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാ കമ്മ്യൂണിക്കേഷൻ, ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ തന്നെ പല ലോകത്തിലുണ്ട്. ഇൻട്രാ, ഇന്റർ. നമ്മൾ സെൽഫ് ഉണ്ട് കേട്ടോ, സെൽഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞാൻ എന്നോട് തന്നെ പറയുന്നത് അഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. കാലത്ത് നമ്മൾ മെഡിറ്റേഷനകത്ത് പറയില്ല ഐ ആം സക്സസ്, ഐ ആം വിന്നർ. അതൊക്കെ ഞാൻ എന്നോട് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. അതുപോലെ അപ്ലൈൻ ഡൗൺലൈൻ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാ കമ്മ്യൂണിക്കേഷൻ, ഇന്റർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അത് വളരെ അലൈൻഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവാതെ നോക്കുക. നമുക്കറിയാം എപ്പോഴെങ്കിലും അപ്ലൈൻ ഡൗൺലൈൻ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ അവിടെ ബിസിനസ് താഴത്തേക്ക് പോകും. നിങ്ങൾ ആൾറെഡി പഠിച്ചു കാണുന്നത്. ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അപ്ലൈൻ ഡൗൺലൈൻ കമ്മ്യൂണിക്കേഷൻ അവിടെ ഗ്രോത്ത് ഉണ്ട്. കാരണം എന്താ വിളിക്കാത്തത്? ആക്ഷൻ ഒന്നും ഇല്ല. ആക്ഷൻ ഇല്ലെങ്കിൽ റിസൾട്ട് അവിടെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് കൂടുതൽ വിളിക്കുന്നത്? ഒരുപാട് ആക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ക്ലാരിറ്റി വേണം. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ് കൗൺസിലിംഗ് ആൻഡ് കൊലാബറേഷൻ. ഇവിടെ ദയവ് ചെയ്ത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ടീം പ്ലേയേഴ്സുമാണ് വിളിക്കേണ്ടത്, അപ്ലൈൻ ഡൗൺലൈൻ അല്ല. അവിടെ കൊലാബറേറ്റീവ് അപ്രോച്ച് വേണം. എന്താ ഈ കൊലാബറേറ്റീവ് അപ്രോച്ച്? എല്ലാത്തിനും എല്ലാവരും നല്ലതല്ല. സം ആർ ഗുഡ് ഫോർ സംതിങ്, ഫ്യൂ ആർ ഗുഡ് ഫോർ അതർ തിങ്. ചില കാര്യങ്ങൾക്ക് നല്ലതാണ്, ചില കാര്യങ്ങൾക്ക് അത്രയ്ക്ക് പോരാ. പ്ലാൻ എടുക്കാൻ എക്സലന്റ് ആയിട്ടുള്ള വ്യക്തി ഫോളോ അപ്പിനോ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ നല്ലതാണെന്നില്ല. ഡെമോൺസ്ട്രേഷൻ നല്ലതായ ഒരു വ്യക്തി വേറെ ഏതെങ്കിലും കാര്യത്തിൽ വീക്ക് ആയിരിക്കും. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഗുണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് അത് കൊലാബറേഷൻ ആവും. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആസ് 1 + 1 is not 2, it is 11. ഒരു കുതിരയും കൂടെ ചേർത്ത് വെച്ചാൽ കുതിരവണ്ടി നോക്കിയാൽ 2 കുതിരയേ ഉള്ളൂ. പക്ഷെ ശക്തി എത്ര കുതിരയുടെ വരാം? ഹോഴ്സ് പവർ കാൽക്കുലേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ കൗൺസിലിംഗ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5C-യിൽ 5ാമത്തെ C, കോൺസിക്വൻസസ് ആൻഡ് റിസൾട്ട്. ചെയ്യുന്ന പരിപാടികളുടെ ഭവിഷ്യത്ത്, അതുപോലെ കിട്ടേണ്ട റിസൾട്ട്, അതും കൂടെ നമ്മൾ നോക്കണം. ഈ 5C ചേരുന്നതാണ് അക്കൗണ്ടബിലിറ്റിയിലേക്ക് വരിക. ഒന്നുകൂടെ ഓടിച്ചു നോക്കിയത്, കോമൺ പർപ്പസ്, ക്ലിയർ എക്സ്പെക്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അലൈൻമെന്റ്, കൗൺസിലിംഗ്, കൊലാബറേഷൻ, കോൺസിക്വൻസസ്. വാക്കുകൾക്ക് ഇച്ചിരി കട്ടി ഉണ്ടായിരിക്കും, പക്ഷെ വാക്കുകളെ നമ്മൾ നോക്കണ്ട, അതിന്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ വളരെ നല്ല ടൈറ്റ് കമ്മ്യൂണിക്കേഷനും ക്ലാരിറ്റി, നമ്മൾ നേടാൻ പോകുന്ന എന്താന്നുള്ളതിനുള്ള വളരെ കൃത്യതയും, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള കൗൺസിലിങ്ങും, റിസൾട്ടുകളെ പറ്റിയേക്കാൾ കൂടുതൽ ആ ചെയ്യുന്ന ഓപ്പറേഷൻസ് സീക്വൻസിനെ പറ്റിയുള്ള ഒരു ധാരണയും ഉണ്ടാക്കിയെടുക്കണം. ഇതൊരു രാത്രി കൊണ്ടോ പറഞ്ഞതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നടക്കും. പക്ഷെ ചെയ്ത് ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വർഷത്തേക്കുള്ളതല്ല, അടുത്ത വർഷം നിങ്ങളുടെ ടീം പ്ലേയേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ചേർന്ന് ഗോൾ സെറ്റ് ചെയ്യുന്നു, അതുപോലെ വരും വർഷങ്ങളിൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ ഡൗൺലൈനുമായിട്ട് ചേർന്ന് ഈ ഗോളുകൾ സെറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് കോൾഡ് അക്കൗണ്ടബിലിറ്റി. ഇപ്പൊ നമ്മൾ 2 പോയിന്റ് കവർ ചെയ്തു. 3ാമത്തെ പോയിന്റിലേക്ക് പോവാണ്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. ദാറ്റ് ഈസ് ഓൺ ഫോക്കസ് ഓൺ പ്രോസസ്. എന്താണ് ഈ പ്രോസസ്? ഇവിടെ നമ്മൾ എന്തായാലും കപ്പലുണ്ടാക്കലോ വിമാനം പറപ്പിക്കലോ ഒന്നും അല്ല നമ്മുടെ പ്രോസസ്. ഇവിടെ നമ്മുടെ പ്രോസസ് എന്താ? സക്സസ്. സക്സസിന്റെ ഒരു കോമൺ നിർവചനമായിട്ട് ഇവിടെ പറയുന്നത് പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് വർത്ത് വൈൽ ഗോൾ എന്ന് പറയും. നിരന്തരമായിട്ടുള്ള ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള നിരന്തരമായിട്ടുള്ള കടന്നുകയറും, അച്ചീവ്മെന്റ്സ്. അത് നിങ്ങൾക്ക് തന്നെ നിർവചിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഒരു 3 പേരുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ 3 പേരെ പ്രോസ്പെക്ട് ചെയ്യാനോ പ്ലാൻ കാണിക്കാനോ പറ്റിയെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ പ്രോസസ്. അതാണോ ഇന്ന് ചെയ്യേണ്ടിയിരുന്ന ആക്ഷൻ എന്നുള്ളത് നിങ്ങൾ അറിയാം.
എപ്പോൾ ഏത് കാര്യം ചെയ്യണം. ഇപ്പം ഒരിക്കൽ വീക്ക്ലി നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് വെക്കുക, CEO-എന്നോ CND-എന്നോ എന്തെങ്കിലും വിളിക്കുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പോയിന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ദിവസം വേറെ ഒന്നും നിങ്ങൾ ചെയ്യരുത്, അത് അറ്റൻഡ് ചെയ്യാന്നുള്ളതായിരിക്കും. അപ്പൊ നിങ്ങളോട് ചോദിച്ചോ പറഞ്ഞത് എനിക്ക് പ്രോസ്പെക്ട്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ മീറ്റിങ്ങിന് പോയില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരം എന്നുണ്ടെങ്കിൽ ആലോചിക്കുക, നിങ്ങൾ പ്രോസസ്സിലല്ല, നിങ്ങൾ സിസ്റ്റം അനുശാസിക്കുന്ന രീതിയിലല്ല. ചിലർ അങ്ങനത്തെ ചില പരിപാടി കണ്ടു, എനിക്ക് പ്രോസ്പെക്ട് ഇല്ലെങ്കിൽ ഞാൻ പോയില്ല, പ്രോസ്പെക്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഒരു പ്രോസ്പെക്ടിനെ കിട്ടി വരുന്ന സമയത്ത് അവിടെ മീറ്റിംഗേ ക്യാൻസൽ ആയാലുള്ള സീനൊന്ന് ആലോചിച്ചു. ബാക്കിയുള്ളവരും പറഞ്ഞു ഞങ്ങളുടെ ആരും പ്രോസ്പെക്ട് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കൊന്ന് ആലോചിച്ചു. അതേസമയം എനിക്ക് ധൈര്യസമേതം ഇന്ന് ബുധനാഴ്ച കോഴിക്കോട് മീറ്റിംഗ് ഉണ്ടായിരുന്നു, തലശ്ശേരി മീറ്റിംഗ് ഉണ്ടായിരുന്നു, തിരുവല്ലയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ധൈര്യസമേതം നമുക്കൊരു പ്രോസ്പെക്റ്റിനെ കൊണ്ട് പോകാൻ പറ്റും. അത് പ്രോസസ്സിന്റെ ഭാഗമായത്. സോ ഫോക്കസ് ഓൺ പ്രോസസ് ആൻഡ് ദ റിസൾട്ട് വിൽ കം. പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ റിസൾട്ട് വന്നിരിക്കുന്നു, നോ ഡൗട്ട്. പക്ഷെ ചിലപ്പോൾ പ്രോസസ്സ് ശരിയാവാതെയും ചില റിസൾട്ട് ഉണ്ട്. അതിനെ ലെക്കെന്ന് വേണമെങ്കിൽ വിളിച്ചു, അല്ലെ ഫ്ലുക്ക് എന്ന് വേണമെങ്കിൽ വിളിച്ചു. പക്ഷെ അത് മറ്റൊരാൾക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് കോൾഡ് നോട്ട് ഡ്യൂപ്ലിക്കേബിൾ. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത് പ്രോസസ് ഡ്രിവണാണ്. ഇങ്ങനെ ചെയ്താൽ ഇന്ന റിസൾട്ട് കിട്ടും എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് അതിലൂടെ തന്നെ റിസൾട്ടുകൾ ഉണ്ടാക്കിയ ഒരു പറ്റും ആൾക്കാർ. ദാറ്റ് ഈസ് കോൾഡ് വിന്നിംഗ് ടീം. നമ്മൾ പറയാനുണ്ട്, നിങ്ങളോടൊപ്പം ഓരോ വീക്കിലും അറ്റൻഡ് ചെയ്യുന്ന പ്രോസ്പെക്ട്സിന്റെ എണ്ണം പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഇൻകം എത്രയാണെന്നും നിങ്ങളുടെ പിൻ എന്താണെന്നും പറയാം. നിങ്ങളുടെ ടീം ഏതൊക്കെ മീറ്റിങ്ങുകൾ എവിടൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരാഴ്ചയിൽ 4-5 സ്ഥലങ്ങളിൽ നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ഏത് പിന്നിലേക്ക് പോകുന്നു എന്നുള്ളത് പറയാം. കാരണം പ്രോസസ് അക്കൗണ്ടബിൾ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ പ്രോസസ്. ഇവിടെ ശ്രദ്ധിച്ചു, സംടൈംസ് ത്രൂ ലക്ക്. ഞാൻ ഇവിടെ വീണ്ടും പറയുന്നു, ലക്കിന്റെ ഭാഗമായിട്ട് ചിലപ്പം ചില കാര്യങ്ങൾ വന്നു ഭവിക്കാം. അത് ഒരിക്കൽ നമ്മൾ പറയാനല്ലേ, മുയല് ചത്തു, ചക്ക വീണു മുയല് ചത്തു. എല്ലാ പ്രാവശ്യവും ചക്ക വീഴുമെന്നും എല്ലാ പ്രാവശ്യവും മുയല് ചാവുമെന്നും എന്ന് വിചാരിക്കരുത്. ഒരിക്കൽ സംഭവിച്ചത് ഓർത്തിട്ട് അത് തന്നെ പിന്നെ മെത്തേഡാക്കി മാറ്റരുത്. ഓക്കെ, അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ ക്വാളിഫൈ ആയി, റീക്വാളിഫൈ ആയി, ആരോ എവിടെയോ കുറച്ച് PV ചെയ്തതിന്റെ മുകളിൽ നിങ്ങൾ ക്വാളിഫൈ ആയി. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് തന്നെ സർപ്രൈസ് ആണത്. എങ്ങനെ ഞാൻ ക്വാളിഫൈ ആയെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്ന ചിലരുണ്ട്. അതെന്തുകൊണ്ടാണ്? നിങ്ങളൊരു പ്രോസസ്സിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട്. സോ സംടൈംസ് ത്രൂ ലക്ക് ഓർ ത്രൂ സ്പെഷ്യൽ സ്കിൽ എ ഗുഡ് റിസൾട്ട് മേ കം. സംടൈംസ്, വല്ലപ്പോഴും ഒരിക്കൽ സംഭവിച്ചെന്ന് വരാം. പക്ഷെ അതല്ല നമുക്ക് ആവശ്യം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ തന്നെ വരും. നമ്മളെപ്പോഴും കൺസിസ്റ്റന്റ് പെർസിസ്റ്റന്റ് ആക്ഷൻ ക്യാൻ ഡിറൈവ് റിസൾട്ട്. തുടർച്ചയായി ഒരേ കാര്യം ഒരുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ റിസൾട്ട് വന്നിരിക്കും. മഴത്തുള്ളിക്ക് പാറയെ പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല എന്നായിരിക്കും ഉത്തരം. കാരണം മഴത്തുള്ളി വളരെ മൈൽഡ് ആണ്, പാറ ഭയങ്കര കഠിനമാണ്. പക്ഷെ എന്നിട്ടും മഴത്തുള്ളിക്ക് പാറയെ പൊട്ടിക്കാൻ പറ്റും. എപ്പോൾ? കൺസിസ്റ്റന്റ് പെർസിസ്റ്റന്റ്. ഒരേ സ്ഥലത്ത് തുടർച്ചയായിട്ട് മഴത്തുള്ളി വീണുകൊണ്ടിരുന്നാൽ എത്ര വലിയ പാറയാണെങ്കിലും പൊട്ടിയേ പറ്റും. കൂടമെടുത്ത് കല്ലിൽ അടിക്കുമ്പോൾ എത്രാമത്തെ അടിക്ക് പൊട്ടുമെന്നറിയില്ല, പക്ഷെ പൊട്ടും എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അടി അവിടെ തന്നെ അടിക്കണം. ഇടയ്ക്കിടയ്ക്ക് മാറ്റി അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൊട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് പ്രോസസ്സ് എന്താണോ ആ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യും. ഷിഫ്റ്റിംഗ് അറ്റൻഷൻ, ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്. ഇവിടെയാണ്. എല്ലാവരും പ്ലാറ്റ്ഫോമിൽ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ വൈ എന്നൊന്ന് അടിച്ചത്. യെസ്, ഐ ആം ഹിയർ, ഐ ആം അറ്റൻഡിംഗ് എന്ന് കാണിക്കാൻ വേണ്ടി യെസ് എന്നൊന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് നിങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഷിഫ്റ്റിംഗ് അറ്റൻഷൻ ടു ആക്ഷൻസ്, എഫേർട്സ് ആൻഡ് എക്സ്പീരിയൻസസ്. നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട്, ഞാൻ പറഞ്ഞ ലേസർ ഫോക്കസ് എന്ന് പറയും. ലേസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഉത്സവ പറമ്പിലൊക്കെ പോയാൽ കുട്ടികൾ കളിക്കാൻ മേടിക്കുന്ന ലേസർ കണ്ടിട്ടുണ്ട്. ഒരു ലൈറ്റ് ദൂരേക്ക് പായിക്കാൻ പറ്റും. തെങ്ങിന്റെ മുകളിലേക്കൊക്കെ അടിച്ച് നോക്കാൻ പറ്റും. പച്ചയോ നീല ചുമപ്പോ ഒക്കെ കളറിലുള്ള ലേസർ ലൈറ്റ്സ്. അതിന്റെ ഫോക്കസ് ആണ് അതിന്റെ പൂർണ്ണം. ആ ഫോക്കസ് കൊണ്ടാണ് ലൈറ്റ് വളരെ ചെറുതാണ്, പക്ഷെ എത്ര ദൂരത്തേക്ക് അത് പോകുന്നുണ്ടോ. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോള് ലേസർ ഫോക്കസോടുകൂടി ആണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻ, പ്രവർത്തനത്തിൽ നമുക്ക് പ്രയാസം തോന്നില്ല. എഫർട്ട്, അതിനെ പിന്നെ എഫർട്ട് എന്ന് വിളിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യുന്നതിനെയാണ് എഫർട്ട്. അതിൽ കൂടെ കിട്ടുന്ന പരിചയം, എക്സ്പീരിയൻസസ്. പലപ്പോഴും നമ്മളിവിടെ പലരെയും വിളിച്ചിരുത്തുമ്പോൾ ഈ അപ്ലൈനുമായിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും കിട്ടുന്ന മെച്ചം എന്ന് വെച്ചാൽ ഇയാൾക്കൊക്കെ ഇതെങ്ങനെ മനസ്സിലായി, ഞാൻ അനുഭവിക്കുന്ന പ്രയാസം ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പലപ്പോഴും ഡൗൺലൈനിൽ തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതേ പ്രോസസ്സിൽ കൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാവും. ആ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഗുണകരമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമയം, എനർജി, എഫർട്ട് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ ശ്രദ്ധയില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് മാറിപ്പോയാൽ പിന്നെ ഇതൊന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട്
ഫോക്കസ് ഓൺ പ്രോസസ്. നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് നിത്യേന ചെയ്യണം. ഷോ ദ പ്ലാൻ ആണ്, മീറ്റിംഗ് ദ പീപ്പിൾ ആണ്, അല്ലെങ്കിൽ സെൽ ദ പ്രൊഡക്റ്റ് ആണ്. ഇതെന്താണോ നിങ്ങൾ നിത്യേന ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നിത്യേന ചെയ്തു തുടങ്ങിയാൽ നമ്മൾ പറയാണ്ട് എക്സലൻസ് ഈസ് നത്തിങ് ബട്ട് ഹാബിറ്റ്. എക്സലൻസ് ഒരു ഹാബിറ്റ് ആവും എപ്പോഴാണ്? വെൻ യു ഡു ദ തിങ്സ് ഇൻ ദ റൈറ്റ് വേ. അപ്പൊ എക്സലൻസ് എന്ന് പറഞ്ഞത് ഒരു ഡെയിലി ഹാപ്പനിങ് ആയിട്ട് മാറും. നമുക്ക് എല്ലാവർക്കും പ്രൊഫഷണൽ എക്സലൻസ് വേണമെന്ന് പറയും. ഈ ഓപ്പർച്യൂണിറ്റിയിൽ 4 കാര്യങ്ങളേ ഉള്ള ഒരു പ്രൊഫഷണൽ എക്സലൻസ് ഉണ്ട്. എന്താണത്? ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ്. ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ്. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അതൊരു പ്രോസസ്സ്. അത് പ്രത്യേകത തോന്നാറില്ല. ഒരാളെ മുന്നിൽ കണ്ട ഒരു പ്ലാൻ പറയുന്നതിനോ ക്വാളിഫൈ ചെയ്യുന്നതിനോ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ല. അവരോട് അർത്ഥവത്തായിട്ടുള്ള 2-3 ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് മടിയില്ല. ആദ്യം അത് ആലോചിച്ച് കണ്ടൊക്കെ പറയേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ബിക്കം എൻ ഹാബിറ്റ്. സോ അങ്ങനെയാണെങ്കിൽ എക്സലൻസ് ബിക്കം എ ഹാബിറ്റ്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്, സെറ്റ് യുവർ സെൽഫ് ടു സക്സസ്. നിങ്ങൾ വിജയിയായി നിങ്ങൾക്ക് തന്നെ പ്രതിഷ്ഠിക്കാം. നിങ്ങളെ വിജയിയായി നിങ്ങൾക്ക് തന്നെ പ്രതിഷ്ഠിക്കാം. ഒരാൾക്ക് നിങ്ങളെ പുറകോട്ട് വലിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ അച്ചീവ് ചെയ്യാതിരിക്കുന്നതെന്നും പിൻവലിക്കാനോ പറ്റില്ല. എപ്പോൾ? ഹൗ ടു സെറ്റ് യുവർ സെൽഫ് എ സക്സസ് എവരി ഡേ. കുറച്ചു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റേഷൻ എടുക്കുന്നതിന് വേണ്ടി പല വീഡിയോകൾ കണ്ട കൂട്ടത്തിൽ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് അറിയപ്പെടുന്ന ഇന്ത്യയിലെ വിഖ്യാതനായിട്ടുള്ള ഒരു ഗുരു പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ജനുവരി 1 മാത്രം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസംബർ 31 മാത്രം എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യും? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു വർഷമായി കരുതിക്കൂടാ? എന്താ, 1-ാം തീയതി വരുന്ന അതേ സൂര്യൻ ഈ 364 ദിവസവും വന്ന സൂര്യൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസത്തെ ഓരോ വർഷമായിട്ട് നിങ്ങൾ കണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ എന്തോരം കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അത് വളരെ അർത്ഥവത്തായ ചിന്തയെ നമുക്ക് തുറന്നു കിട്ടും. എന്തുകൊണ്ട് ഈ ജനുവരി 1-ാം തീയതിക്കുള്ള പുലരിക്കോ അല്ലെങ്കിൽ ഡിസംബർ 31 പുലരിക്കോ യാത്രയ്ക്കോ മനോഹാരിത കൂടുതലാവുന്നു? കാരണം ബാക്കി ദിവസങ്ങളിലൊന്നും നമ്മൾ ആ പുലരി കാണാൻ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ആ സന്ധ്യ ആഘോഷപൂർവ്വം കാണുന്നില്ല. പക്ഷെ ഓരോ ദിവസവും നമുക്കൊരു വർഷമായിട്ട് കരുതുകയാണെങ്കിൽ ഓരോ പുലരിക്കും ആ മനോഹാരിത കൊടുത്തുകൂടെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. കാരണം നമ്മളെ സംബന്ധിച്ച് ഓരോ ദിവസവും ഉണർന്നു വരുമ്പം നമുക്ക് ചെയ്യാൻ 100 കൂട്ടം പുതിയ കാര്യങ്ങളുണ്ട്. മറ്റു പലർക്കും പലതും ചെയ്ത് മടുത്തു പോയവരാണ്. നമുക്കോ പുതിയ ആളുകളെ കാണാം, പുതിയ പ്രൊജക്റ്റുകൾ ഡിസ്കസ് ചെയ്യാം, പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാം. പുതുതായിട്ട് ജോയിൻ ചെയ്ത വ്യക്തികളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമുക്കൂടെ ചേർന്ന് വർക്ക് ചെയ്യാം. സോ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എങ്ങനെയാണ് സെറ്റ് യുവർ സെൽഫ് ടു സക്സസ്? 8 വഴികളാണ്. വളരെ ഫാസ്റ്റായിട്ട് പറയാം, അറിയാവുന്ന വഴികളൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ അതിൽ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആ 8 വഴികളിൽ ഒന്ന് നിങ്ങൾക്കറിയാം, സ്മാർട്ട് ഗോൾസ്. കേട്ട് തഴമ്പിച്ചൊരു പദമായിരിക്കാം. സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട് എന്ന് പറഞ്ഞൊരു ഗോളുകളെല്ലാം തന്നെ സ്മാർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നേടാറില്ല. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്മാർട്ട് ഗോൾ എന്താണെന്നുള്ളത് ഈ സെഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത അല്ല അതിന് മെസ്സേജ് വിട്ട ആളോട് ചോദിക്കുക, എനിക്ക് എങ്ങനെയാണ് സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യാം. 2, ലേൺ ഫ്രം ദ പാസ്റ്റ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഹിസ്റ്ററി, യെസ്റ്റർഡേ ഇസ് എ ഹിസ്റ്ററി, ടുമോറോ ഇസ് എ മിസ്റ്ററി ആൻഡ് ടുഡേ ഇസ് എ റിയാലിറ്റി. ഇന്നലെകൾ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു. നാളുകൾ എന്താണെന്നുള്ളത് നമുക്കാർക്കും അറിയാത്ത തന്നെയാണല്ലോ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. പിന്നെ ആകെ നമ്മുടെ കയ്യിലുള്ള എന്താ? ഇറ്റ്സ് നോട്ട് റിയാലിറ്റി, ഈസ് ഓൺലി ടുഡേ, ദിസ് മൊമെന്റ്. ഈ നിമിഷം മാത്രമാണ് നമ്മുടെ, ഈ നിമിഷത്തിന്റെ രാജാവിൻ രാജ്ഞിയാണ് നിങ്ങൾ ഓരോരുത്തരും, ഞാനും. അപ്പൊ അതുകൊണ്ട് ഇതുവരെ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിൽ തന്നെ കഴിഞ്ഞുകൂടാതിരിക്കുക. നിങ്ങൾ ഇന്നലെ എവിടെ ആയിരുന്നു എന്നുള്ളതല്ല, നാളെ എവിടെ എത്തുന്നു എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് കൽപ്പിക്കുക. അതിനുവേണ്ടി ഇന്ന് പ്രവർത്തിക്കുക. അപ്പൊ അതുകൊണ്ട് പാഠങ്ങൾ ഉൾക്കൊള്ളാം. ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. എല്ലാം നിങ്ങൾ തന്നെ അനുഭവിക്കണമെന്ന് വാശി പിടിക്കാതിരുന്നാൽ മതി. ആൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നിങ്ങൾ അനുഭവിക്കേണ്ട പലതും ആൾറെഡി അനുഭവിച്ചു കഴിഞ്ഞ കുറെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാം. എല്ലാം ഇപ്പോഴും എനിക്ക് തന്നെ ദുരനുഭവം വരണമെന്ന് വാശി പിടിക്കാറുണ്ട്. ഓക്കെ. ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് പ്ലാൻ. ഇതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ്റെ ആവശ്യമുണ്ട്. പുറത്തുള്ള ഒരാളോട് നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്നിംഗ് ടീമിലും വെസ്റ്റീജിലും കണക്ട് ചെയ്ത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഫംഗ്ഷനും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു അപ്ലൈന് മാത്രമേ നിങ്ങൾ ഈ ഡീറ്റെയിൽഡ് പ്ലാൻ പഠിപ്പിക്കാനും പറഞ്ഞു തരാനും എഴുതി ഉണ്ടാക്കാനും സാധിക്കും. അത് പുറത്തുനിന്ന് ഒരാളെ റെന്റിന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ക്രോസ് ലൈനിൽ പോയിട്ട് ഈ പ്ലാനിനെ പറ്റി ചോദിച്ചാൽ അവരെന്ത് പറഞ്ഞു തരാനാണ്? നിങ്ങളുടെ സ്ട്രക്ചറും നിങ്ങളുടെ പ്ലാനും നിങ്ങളുടെ അപ്ലൈനല്ലേ അറിയും. ചിലപ്പം യോഗ്യനായിട്ട് കാണുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ടീമിലായിരിക്കില്ല, വേറെ ടീമിലായിരിക്കാം. അയാൾ യോഗ്യനല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അയാളുടെ യോഗ്യതയല്ല നിങ്ങളുടെ ഉയർച്ചയുടെ കാരണം.
നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണം അദ്ദേഹത്തിന്റെ യോഗ്യതയേക്കാൾ ആവശ്യം നിങ്ങളെ തിരിച്ചറിയുന്ന, നിങ്ങളുടെ ടീമിനെ തിരിച്ചറിയുന്ന, നിങ്ങളുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കുന്ന ഒരു ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈ. ട്രാക്ക് യുവർ പ്രോഗ്രസ്. നിങ്ങളുടെ പുരോഗതിയെ വിലയിരുത്തണം. ഇതിനു വേണ്ടി തന്നെയാണ് മന്ത്ലി വീക്ക്ലി കൗൺസിലിംഗ് ആവശ്യം എന്ന് പറയുന്നത്. നിങ്ങൾ പ്ലാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ഗ്രോത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അറിയാവുന്ന ഏക വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും അറിയാത്ത ഉത്തരം അറിയാവുന്ന ഏക വ്യക്തി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈ. അദ്ദേഹത്തിന് പെട്ടെന്ന് പറയാൻ പറ്റും, സുഹൃത്തെ നിങ്ങൾ പ്ലാൻ കാണിക്കുന്നത് ഞാൻ കാണുന്നു, പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകുന്നത് ഞാൻ കാണുന്നു, എല്ലാ മീറ്റിങ്ങിലും നിങ്ങൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നു, പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ഈ കണ്ട റിസൾട്ട് വിചാരിച്ച രീതി വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ഇന്നതാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാവും. ഉടനെ അപ്ലൈൻ എന്നോട് വൈരാഗ്യ ബുദ്ധിമുട്ടുക, കുറച്ചുകൂടി പ്ലാൻ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇയാളോടത്ത് എപ്പോൾ ചെന്നാലും പ്ലാൻ കാണിക്കും. നിങ്ങൾ 100 പേര് ചെയ്യുന്ന ചിലപ്പോൾ 150, 160 ആക്കാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ദയവ് ചെയ്ത് നാളിതുവരെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുക ആ പ്രവൃത്തി ദയവ് ചെയ്ത് ഒഴിവാക്കിയിട്ട് പുതിയൊരു പ്രവർത്തനം കാഴ്ചവെക്കുക. ഒരു വർഷത്തേക്ക് നിങ്ങൾ ചെയ്താൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് തന്നെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ടീമിൽ വരുന്ന ഓരോരുത്തരെയും പഠിപ്പിക്കാൻ പറ്റും. അപ്പം ഈ 4 പോയിന്റ് മനസ്സിലായല്ലോ. ഈ 4 പോയിന്റുകളുണ്ട്. 8 വഴികളാണ്. ഒന്ന്, സ്മാർട്ട് ഗോൾ ആയിരിക്കണം. വെറും ഗോൾ ആയാൽ പോരാ, സ്മാർട്ട് ആയിരിക്കണം. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. ഓക്കെ. പഴയ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, വ്യക്തമായിട്ടൊരു പദ്ധതി മുന്നോട്ട് റെഡിയാക്കുക, എഴുതിയുണ്ടാകും. മനസ്സിൽ സങ്കല്പങ്ങൾ കുറിച്ചിട്ടത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഗോൾ നേടില്ല. ആൻഡ് ട്രാക്ക് യുവർ പ്രോഗ്രസ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അത് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. സിറ്റ് വിത്ത് യുവർ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ. മറ്റു 4 പോയിന്റ് കൂടെ പറയാം. ഫൈൻഡ് ആൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. ഞാൻ പറയാൻ തുടങ്ങിയത് തന്നെ അത് തന്നെ പോയിന്റ് ആയിട്ട് പോകണം. അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റികളെ വ്യക്തമായ രീതിയിൽ നിർവചിച്ച് അതിന് വേണ്ടുന്ന കറക്ഷനുകൾ തരാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ. ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കരുത്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ എപ്പോൾ ചെന്നാലും ഡയറി എടുത്ത് വെച്ചിട്ട് ചോദിക്കും, പ്ലാൻ എത്ര കാണിച്ചു എന്ന് ചോദിക്കും. ഞാനൊട്ട് പ്ലാൻ കാണിക്കാറുമില്ല, അതുകൊണ്ട് ഈ അപ്ലൈൻ്റെ അടുത്ത് പോകുന്നില്ല. ഇനി തൊട്ട് അതിന്റെ മുകളിലുള്ള വേറൊരു അപ്ലൈൻ്റെ അടുത്ത് പോകാം. നിങ്ങൾ ആരെയാണ് മടയനാക്കാൻ നോക്കുന്നതെന്ന് ആലോചിക്കുക. നിങ്ങളുടെ തന്നെ ഫ്യൂച്ചറിനെയാണ് നിങ്ങൾ നശിപ്പിക്കും. നിങ്ങൾ അപ്ലൈനെ മാറ്റി പിടിച്ചുകൊണ്ടല്ല, നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവും. സോ ഫൈൻഡ് ആൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. മേക്ക് ഇറ്റ് ഈസി ഓൺ യുവർ സെൽഫ്. ഒന്നിനും കാഠിന്യം, ഒരു ബുദ്ധിമുട്ടോടുകൂടി, പ്രയാസത്തോടുകൂടി, നെഞ്ചിടിപ്പോട് കൂടി ആവരുത്. ഈ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കാലത്ത് ഉണരുമ്പോൾ തന്നെ ഇന്ന് പുതിയ കുറെ ആളുകളെ പരിചയപ്പെടാമല്ലോ, എന്റെ നെറ്റ്വർക്കിന്റെ സൈസ് കൂടാൻ പോകുന്നു. കഴിഞ്ഞ വർഷം 2024 നിങ്ങളുടെ ടീമിനകത്ത് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് നിങ്ങൾ തന്നെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? ജനുവരി 31 എന്റെ ടീമിനകത്ത് 20 പേരുടെ ഒരു ടീമിനെ ഞാൻ ഉണ്ടാക്കിയിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ തുടങ്ങുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. അതും അപ്ലൈനെ നിങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ 2 പേര് ജോയിൻ ചെയ്താൽ നിങ്ങൾ 2-3 പേരുടെ കൂടെ ആക്ഷനാണ്. അപ്ലൈന്റെ സപ്പോർട്ടും കൂടെ ആകുമ്പോൾ അത് അടുത്ത ആഴ്ച കൊണ്ട് 7 പേരാവാം. 7 പേർ ഒരാഴ്ച വർക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ട് അത് 21 പേരിലേക്ക് എത്താം. സോ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 21-30 പേരുണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടീം എഫർട്ട്. അപ്പൊ അതിനകത്തൊരു ഇന്ത്യ ഉണ്ട്. വൈകുന്നേരം എത്ര പേര് എവിടെ അസോസിയേറ്റ് ചെയ്ത് എത്ര പ്രൊഡക്റ്റിന്റെ ഓർഡർ കിട്ടി എന്ന് ചർച്ച ചെയ്യും. ഓൺലൈനിലോ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി ചായ കുടിച്ച് ചർച്ച ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് എ ഗ്രേറ്റ് ഡേ. ബി പേഷ്യന്റ് ആൻഡ് പെർസിസ്റ്റന്റ്. ക്ഷമാശീലം കുറച്ച് ആവശ്യമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാം വിചാരിച്ച സമയത്ത് വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. കാരണം ഇവിടെ ആളുകളുടെ ഒത്തൊരുമ, എല്ലാ ആളുകളും ഒരുപോലെ അല്ലല്ലോ. ഈവൻ കുടുംബത്തിലെ അംഗങ്ങൾ പോലും പലപ്പോഴും വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നും വളർന്ന വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന ആളുകളുടെ ഒത്തുചേരലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾ വിചാരിച്ച ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. പക്ഷെ ആക്ഷൻ തുടർന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പെർസിസ്റ്റന്റ് ആക്ഷൻ, അത് മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുള്ളൂ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, സെലിബ്രേറ്റ് യുവർ വിക്ടറീസ്. ചെറിയ ചെറിയ വിജയങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. നിങ്ങൾ ബ്രോൺസ് ആകുമ്പോഴും ക്രൗൺ ആകുമ്പോഴും UCD ആകുമ്പോഴും സന്തോഷം ഉണ്ടാവും, ഗ്യാരണ്ടി, നോ ഡൗട്ട്. പക്ഷെ 8% ആവുന്നതും ഒട്ടും സന്തോഷത്തിന് കുറവുള്ള ഒരു സംഭവം ആവരുത്. നിങ്ങളാവുന്ന പോലെ നിങ്ങൾ ടീമിൽ ഒരാൾ ഫാസ്റ്റ് ആയിട്ട് 8 ആയാൽ അതിൻ്റെ ഒരു അപ്രീഷിയേഷൻ, സെലിബ്രേഷൻ. ഉടനെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാനല്ല പറഞ്ഞു. ഒരുമിച്ച് കൂടി ഒരു ചായ കുടിക്കുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി അങ്ങോട്ടുകൂടി സംസാരിക്കുമ്പോഴാണെങ്കിൽ, വൈകുന്നേരം ഓൺലൈനിൽ കയറി ഇരുന്നിട്ട് സ്പെഷ്യൽ ഇന്ന് ഫാസ്റ്റ് ആയിട്ട് 8 ആയ വ്യക്തി സംസാരിക്കുന്നുണ്ടാവും, അദ്ദേഹത്തിന്റെ അവസരം കൊടുക്കുക. അയാളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വിളിച്ചിട്ട് അയാൾക്ക് കുറച്ച് അപ്രീഷിയേഷൻസ് കൊടുക്കുക. അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ചെയ്തൊരു കാര്യത്തിന് ആരെങ്കിലും കമന്റ്സ് കൊടുക്കുകയോ അപ്രീഷിയേഷൻ കൊടുക്കുക. കൊച്ചു കൊച്ചു വിജയങ്ങളിൽ കൂടെ ഒരു കാര്യം ഞാൻ പറയാം. ഹൗ മെനി ടൈംസ് യു റിപ്പീറ്റ് ദ വിക്ടറീസ് മാറ്ററിംഗ്.
എത്ര പ്രാവശ്യം നിങ്ങൾ വിജയത്തെ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു. എത്ര വലിപ്പത്തിലുണ്ടെന്ന് നോക്കാറില്ല. ഇറ്റ്സ് നോട്ട് ബൈ ദ ക്വാണ്ടിറ്റി, ഇറ്റ്സ് ഓൺലി ബൈ ദ നമ്പർ. നിങ്ങൾ ചെറിയ രീതിയിൽ കൊച്ചുകുട്ടികളോടൊപ്പം നിന്ന് ക്രിക്കറ്റ് കളിച്ചിട്ട് ഒരു വിക്കറ്റ് വീഴ്ത്തിയാലും, ഇനിയിപ്പം വലിയൊരു ടൂർണമെന്റിൽ പോയി വീഴ്ത്തിയാലും, രണ്ടും മനസ്സിനെ സംബന്ധിച്ച് രണ്ടും വിക്ടറി തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് 2 times. സോ അതുകൊണ്ട് ചെറിയ ചെറിയ വിജയങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഈ 8 പോയിന്റുകളാണ്. ഒന്നുകൂടെ നോക്കി. 4 പോയിന്റ് ഇതാണ്. അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറിനെ ഉണ്ടായിരിക്കണം. ഈസി, എല്ലാം ലാഘവ മനസ്സുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളുകളെ ലാഘവമായിട്ട് കാണാനല്ല പറഞ്ഞു. ആക്ടിവിറ്റീസിനെ ഒരു ലൈറ്റർ സെൻസിൽ എടുക്കുക. വലിയ ബുദ്ധിമുട്ടായി കാണുന്നത്, ആളുകളെ മീറ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിലായിരിക്കും, അല്ലാന്ന് ഞാൻ പറയുന്നത്. പ്ലാൻ കാണിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊരു സ്വഭാവം, ഒരു രസമുള്ള ഒരു ഏർപ്പാടായിട്ട് മാറ്റണം. ബി പേഷ്യന്റ് ആൻഡ് പെർസിസ്റ്റന്റ്, സെലിബ്രേറ്റ് യുവർ വിക്ടറി. മറ്റു 4 പോയിന്റ് കൂടെ ഒന്നുകൂടെ കാണിക്കാം. സെറ്റ് സ്മാർട്ട് ഗോൾസ്. സ്മാർട്ട് ഗോളുകൾ സെറ്റ് ചെയ്യുക. ലേൺ ഫ്രോം ദ പാസ്റ്റ്, മുൻപുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾപ്പെടുക. ക്രിയേറ്റ് ഡീറ്റെയിൽഡ് പ്ലാൻ. ഇതിനകത്ത് ഗ്രോയിങ് അപ്ലൈനുമായിട്ട് ഇരുന്ന് ചെയ്യണം. പിന്നെ പുരോഗമനം അല്ലെങ്കിൽ പുരോഗമനം ഇല്ലായ്മ ചർച്ച ചെയ്യണം. പൊതുജന സമക്ഷം വേണ്ട, നിങ്ങളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈനുമായിട്ട് മതി. മറ്റു 4 പോയിന്റുകൾ: അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ, മേക്ക് ഇറ്റ് ഈസി ഫോർ എവർ, പേഷ്യന്റ്, കൺസിസ്റ്റന്റ്, സെലിബ്രേറ്റ് യുവർ വിക്ടറീസ്. ഈ പോയിന്റുകളിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ സക്സസിലേക്ക്. സോ ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, എ ലീഡർ ഈസ് ദ വൺ ഹു നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. ലീഡർ എന്ന് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി വിളിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വഴി അറിയണം. പാന്താവ് ഏത് വഴിയിലൂടെയാണ് പോകുന്നതെന്ന് അറിയണം. അതിലൂടെ തന്നെ പോകണം. മാത്രമല്ല മറ്റുള്ളവരെ അതിലൂടെ നയിക്കണം. നിങ്ങൾ ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ നിങ്ങൾ ടീമിനെ പറഞ്ഞിടുകയല്ല വേണ്ട. പക്ഷെ നിങ്ങൾ പോകുന്ന വഴി ലക്ഷ്യ പൂർത്തീകരണത്തിനുള്ളതാണെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും. സോ തീർച്ചയായിട്ടും ഞാൻ പറയാനും ഉദ്ദേശിച്ചതും നിങ്ങളിൽ കൺവേ ചെയ്യാനും ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. നമ്മൾ ഗോളുകൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യാൻ വൈമുഖ്യമുള്ളവരാണെങ്കിലും ഒരു പക്ഷെ ന്യൂ ഇയറിന്റെ ഭാഗമായിട്ടും എന്തെങ്കിലുമൊക്കെ ഗോളുകൾ സെറ്റ് ചെയ്തെന്ന് വരും. പക്ഷെ അത് മുന്നോട്ട് പോകുന്ന പ്രയാണത്തിൽ എവിടെയെങ്കിലും വെച്ച് തട്ടിത്തടഞ്ഞ് വീഴാനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ പോലത്തെ ഒന്നുകിൽ ഹ്യൂമൻ ഫാക്ടേഴ്സ് ആവാം, അതുമല്ലെന്നുണ്ടെങ്കിൽ സമയാസമയങ്ങളിലുള്ള ഒരു കൗൺസിലിങ്ങിന്റെ അഭാവമാവാം, അതും അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ പ്ലാനിന്റെ അഭാവമാവാം. വീണ്ടും ഞാൻ പറയുന്നു, നോബഡി പ്ലാൻ ടു ഫെയിൽ ബട്ട് മെനി ഫെയിൽ ടു പ്ലാൻ. ആരും തന്നെ പരാജിതനാവാനുള്ള ഒരു പദ്ധതി മെനയാറില്ല. പക്ഷെ പദ്ധതികളുടെ അഭാവം കൊണ്ട് പരാജിതരാകുന്ന ഒരുപാട് പേരെ ഓരോ വർഷവും നമ്മൾ കണ്ടുമുട്ടാറ്. ഈ വർഷം അങ്ങനത്തെ ആയി തീരരുത്. ഈ വർഷം നമുക്ക് പദ്ധതി ഉണ്ടാവണം എന്ന് മാത്രമല്ല, സമയാസമയങ്ങളിൽ അവയെ വിലയിരുത്തിക്കൊണ്ടും നേടേണ്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ടും മുന്നോട്ട് പോകണം. എനിവേ, ഐ തിങ്ക് ഐ കുഡ് ഡു സംതിങ് ഫോർ ട്രിഗറിങ് യു. ഇപ്പൊ നിങ്ങൾക്ക് ഓപ്പൺ ഫോറം ആണ്. ഇതുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിയുള്ള 3 ചോദ്യങ്ങൾക്കുള്ള സമയമുണ്ട്. നമ്മൾ ഇന്ന് കവർ ചെയ്ത സബ്ജക്റ്റ് മാത്രമേ ചോദിക്കാവൂ. അതും മറ്റുള്ളവർക്കൂടെ ഗുണകരമാകും എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ട് പോകും. ഒരാളുടെ പേഴ്സണൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ് ഗ്രോയിങ് അപ്ലൈനോടൊക്കെ മാത്രം ചോദിക്കുക. 3 people. Who is first? സഞ്ജൻ സർ, നമസ്തേ. അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല. എക്സലന്റ്. താങ്ക് യു. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എന്തെങ്കിലും ചോദ്യം? ഇപ്പൊ കവർ ചെയ്ത ടോപ്പിക്കിൽ ക്ലാരിറ്റി കുറവ് വന്ന, ഒന്നുകൂടെ വ്യക്തത വേണമെന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഇത്രയും ക്ലിയർ ആണോ? ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ച ഒരാൾ ഇതുപോലെ ഇത്രയും ക്ലിയർ ആണെന്ന് ഒരു സംഗതിയെ സംബന്ധിച്ചു. അല്ലെങ്കിൽ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. വെറുതെ ചോദിച്ച അബദ്ധത്തിൽ നിന്ന് ചെന്ന് ചാടണ്ട, മര്യാദയ്ക്ക് അങ്ങ് ഇരുന്നേക്കാം. റെക്കോർഡ് ഓഫ് ചെയ്ത് തരാം ഷാജി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആവാം. ഓക്കെ,